Good morning everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ and welcome to the Hindu Editorial Analysis of 2nd May 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 8:32 അല്ലേ? 8:32 2 മിനിറ്റ് ലേറ്റായി, സോറി. ബട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. അപ്പോൾ രാവിലെ മൺഡേ ആണ്, ഇന്നിപ്പോൾ മടിയൊക്കെ ആയിരിക്കും ജോലിക്ക് പോകാൻ അല്ലേ? റെജിന് മടിയാണെന്ന് തോന്നുന്നു. യെസ്, എന്തിനാ, എനിക്ക് തന്നെ മടിയായിരുന്നു, രാവിലെ ഒന്ന് എണീക്കാൻ തന്നെ മടിയായിരുന്നു. അപ്പോൾ ജോലിക്ക് പോകാനോ അതല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർക്കൊക്കെ അത്യാവശ്യം മടിയുള്ളൊരു സമയമാണ് മൺഡേ, പ്രത്യേകിച്ച് മൺഡേസ് എപ്പോഴും നമുക്കൊരു മടി പിടിച്ച ദിവസമാണ്. ബട്ട് നമുക്ക് മടിയൊക്കെ മാറ്റി നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് വാമപ്പ് ചെയ്യാം. ദാറ്റ്സ് അവർ സെഷൻ, വാമപ്പ് സെഷൻ. നമ്മുടെ സെഷൻ്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു സെലക്റ്റഡ് ആർട്ടിക്കിൾ ഉണ്ടാവും, ആ ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് മറ്റേ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിവിടുന്നു. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മൾ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്. അതിപ്പോൾ ESIC എക്സാമോ SSC എക്സാമോ ബാങ്കിങ് ലെവൽ എക്സാം UPSC ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങളുടെ കേരള PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും SSCക്ക് എല്ലാത്തിനും ഈ സെഷൻ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബ് എൻട്രി ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് വരും. സോ ഐ എം ഗ്ലാഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ആസ് വെൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ് ഇന്നത്തെ: Do not feed your fears and insecurities. They will consume you. നമ്മൾ എന്താ ഫീഡ് ചെയ്യേണ്ടത്, നമ്മൾ എന്താ വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നേർച്ചർ ചെയ്തെടുക്കേണ്ടത്? നമ്മുടെ സ്ട്രെങ്സ് ആണ് അല്ലേ? നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും ഉറപ്പായിട്ടും അല്ലേ? മെൻ ആർ നോട്ട് പെർഫെക്റ്റ്. മനുഷ്യർ പെർഫെക്റ്റ് അല്ല അല്ലേ? പീപ്പിൾ ആർ നോട്ട് പെർഫെക്റ്റ്. പക്ഷെ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് അല്ലെങ്കിലും യു ക്യാൻ ഓൾവേസ് ലുക്ക് ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ? ചേഞ്ച് എപ്പോഴും നല്ലതാണ്, ചേഞ്ച് നമ്മൾ വരുത്താൻ ശ്രമിക്കാം. അപ്പോൾ ചേഞ്ച് വരുത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള നെഗറ്റീവ്സോ നിങ്ങൾ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. അതിനെ നിങ്ങൾ ഒരിക്കലും എൻറിച്ച് ചെയ്തെടുക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സിനെയും നിങ്ങൾ ഇൻസെക്യൂരിറ്റീസിനെയും നിങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടാകും, നമുക്ക് ഒരുപാട് പേടി ഉണ്ടാവും, നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കരുതെന്ന് അർത്ഥം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? യു ലുക്ക് ഫോർ യുവർ സ്ട്രെങ്ത്സ്. എന്താണ് സ്ട്രെങ്ത്? എൻ്റെ ടാലൻറ്റ്, എൻ്റെ സ്കില്ല് എവിടെയാണ്, എൻ്റെ ടാലൻറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ നേർച്ചർ ചെയ്തെടുക്കേണ്ടത്, എൻ്റെ സ്കില്ല് ഇച്ചിരി കൂടെ വീക്കായ ഏരിയ എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടത് നോക്കുക. ആൻഡ് ഗോ ഫോർ ദാറ്റ്. അത് അപ്ഡേഷന് വേണ്ടി നോക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫിയേഴ്സിനും ഇൻസെക്യൂരിറ്റീസിനും വളം വെച്ച് കൊടുത്ത് അവരെ വളർത്തിയെടുക്കരുത് കേട്ടോ. സോ ദേ വിൽ കൺസ്യൂം യു. നിങ്ങളെ ഇല്ലാണ്ടാക്കി കളയും. So make sure that you do it. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോട്ട്. ആൻഡ് വിത്ത് ദാറ്റ് സ്ട്രോങ് മെസ്സേജ് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2 ആർട്ടിക്കിളാണ്. ഒരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ആർട്ടിക്കിളാണ്. ഏതെടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു. കാരണം ഒരു ആർട്ടിക്കിളിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഹീറ്റ് വേവ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് നോക്കുക, നമുക്ക് അറിയാം ഈ മാസം ഏപ്രിൽ മാസം എത്ര ചൂടുണ്ടായിരുന്നു എന്നല്ലേ? ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ, പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയാറില്ലേ, വമ്പൻ ചൂടാണെന്ന് പറയില്ലേ, പുകഞ്ഞ ഇവിടെ ഇല്ലാണ്ടായി എന്നൊക്കെ പറയില്ലേ? സോ എത്ര ഹീറ്റിൻ്റെ എമൗണ്ട് മനസ്സിലായോ? ടെമ്പറേച്ചർ എത്രത്തോളം റൈസിങ് ഓഫ് ടെമ്പറേച്ചറിനെ പറ്റിയ ഒരു ആർട്ടിക്കിളുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ, അതിൽ എസ്പെഷ്യലായി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും കേരളമൊക്കെ എടുത്തു, പല സ്റ്റേറ്റ്സിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം മെർക്കുറി റൈസിങ് എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ടൈറ്റിൽ. അതായത് ഇത്രേ ഉള്ളൂ, വളരെ ഇൻറ്റൻസിറ്റി കൂടുകയാണ് ഹീറ്റ് വേവ്സിൻ്റെ. അപ്പോൾ ഹീറ്റ് വേവ്സ് കാരണം മരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. പല സ്റ്റേറ്റ്സും എടുത്തു, പല രാജ്യങ്ങളിലും ഉണ്ട് ഇത്, ഓഫ് കോഴ്സ്. അതല്ലാതെ പക്ഷെ നമ്മളിത് പെർട്ടിക്കുലർലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിനെ പറ്റിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട് മഴ എപ്പോഴുണ്ടാവും എന്നൊക്കെ ഉള്ളത്. അപ്പം കേരളത്തിൽ ഒരു മെയ് മാസം ലാസ്റ്റോടെ മഴ പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. ഏറെക്കുറെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമുക്ക് റെയിൻഫോൾ കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാം എന്നും പറയുന്നു. ബട്ട് മെയ് മാസം ഇനി നമുക്ക് വേനൽ മഴ പ്രതീക്ഷിക്കാമോ എന്നുള്ളതിൽ ഡൗട്ട് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലൊരു ആർട്ടിക്കിളാണ് കേട്ടോ. പിന്നുള്ള 2ാമത്തെ ആർട്ടിക്കിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ നാളായി നമ്മൾ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ AFSPA അല്ലേ, ആംഡ് ഫോഴ്സസിന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസേഴ്സിന്, ആർമി ഒഫീഷ്യൽസിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റേൺ ഏരിയ എടുത്തോ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് അവരൊരു ഇമ്പ്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുകയാണ്. ദർ യൂസിങ് ഇറ്റ് ആസ് എൻ എക്സംഷൻ. അവർ ചെയ്യുന്ന തെറ്റിന് ഒരു എക്സംഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് AFSPയുടെ പ്രത്യേകത. അപ്പോൾ AFSPയെ റിമൂവ് ചെയ്യുന്നത് കുറേ നാളായി ചർച്ചയിലുള്ളതാണ്. അപ്പോൾ AFSPയെ റിമൂവ് ചെയ്യുവാണ്. പാർഷ്യലായിട്ട് ചിലയിടത്ത് റിമൂവ് ചെയ്തു, ചിലയിടത്ത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് അല്ലേ. ഇറ്റ്സ് സംതിങ് ദറ്റ് യു ക്യാൻ learn and you can put aside. നമുക്കത് എന്ത് ചെയ്യുക, നോട്ട് പുട്ട് aside, I would say you can keep it. നിങ്ങളത് സേഫായിട്ട് കീപ്പ് ചെയ്ത് വെച്ചോളാം. ബിക്കോസ് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് AFSPയെ പറ്റിയുള്ള ആ മോഡിഫിക്കേഷൻ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താമസിപ്പിക്കുന്നില്ല, നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഫ്രേസൽ വേർബ് ഇഡിയംസ് വൺ വേർഡിലോട്ട് പോകാം. എന്നാൽ അധികം ഫ്രേസൽ വേർബ്സ് ഒന്നുമില്ല, ആകെ 3 ഫ്രേസൽ വേർബേ ഉള്ളൂ, അല്ലെങ്കിൽ ഇഡിയമേ ഉള്ളൂ. ദാ പിടിച്ചോ, ബെയർ ഫ്രൂട്ട്. ബെയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഈൽഡ് പോസിറ്റീവ് റിസൾട്ട്സ് അല്ലേ, സക്സീഡ് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് നേടിയെടുക്കുക, അതിനാണ് ബെയർ ഫ്രൂട്ട് എന്ന് പറയുക അല്ലേ, ഫലമണിയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ഈൽഡ് പോസിറ്റീവ് റിസൾട്ട്സ് എന്നാണ് അർത്ഥം. സത്യരചന ചൂട് കാരണം പുറത്ത് പണിയെടുക്കുന്നവരുടെ അടുത്ത് ഹീറ്റ് സ്ട്രോക്സ് വന്ന് ഒരുപാട് പേര് മരിച്ചു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ആർട്ടിക്കിൾ പറയുന്നത് തന്നെ അതാ, ഹീറ്റ് സ്ട്രോക്സ് വന്ന് മരിച്ച ആൾക്കാരെ നമ്മൾ ആ ഹീറ്റ് സ്ട്രോക്സിനെ ഒരു ഡിസാസ്റ്റർ ആയിട്ട് കരുതണം അല്ലേ, ഒരു ഡിസാസ്റ്റർ ആയിട്ട് കരുതിയിട്ട് അവർക്ക് അവരുടെ ഫാമിലിയിൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴേ, ഈ പണിയെടുക്കുന്ന ആൾക്കാരാകുമ്പോൾ ഒന്ന് ആലോചിക്കുകയെ, ആകെ അവരായിരിക്കും വീട്ടിലെ ബ്രെഡ് വിന്നേഴ്സ്. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ് അല്ലേ, ഇറ്റ് ഹാപ്പൻസ് ഇഫ് ദേ ഡൈ എൻ്റെ ഫാമിലി വിൽ സഫർ. അതാണ് ഈ പ്രശ്നം. എനിവേസ്, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, മേക്ക് എ മാർക്ക് അല്ലെ. മേക്ക് എ മാർക്ക്, യു ഹാവ് ടു മേക്ക് യുവർ ഓൺ മാർക്ക് എന്നൊക്കെ പേരൻസ് പറയുന്നേക്കെ അല്ലെ, മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ മാർക്ക് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് അല്ലെ, നീ താമസിക്കുന്ന ഈ ലോകത്ത് നീ നിൻ്റേതായ ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ. മേക്ക് എ മാർക്ക് എന്ന് പറഞ്ഞാൽ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് ഇഫക്റ്റ്, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കത് പറയാം കേട്ടോ. സെയിം മീനിങ് തന്നെ പല രീതിയിൽ പറയാം. ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് എഫക്റ്റ് ഓൺ സംതിങ്, ഒരു കാര്യത്തോട് ഒരു എഫക്റ്റ്, നീ നല്ലൊരു ഇൻഫ്ലുവൻസ് അതിനോട് കൊണ്ടുവരാം, ഒരു ഇഫക്റ്റ് അതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം ഉണ്ട് മേക്ക് എ മാർക്ക്. മാർക്ക് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേഷൻ എന്നല്ല അർത്ഥം, ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ യു ക്യാൻ സേ മേക്ക് ഇറ്റ് നോട്ടിസിബിൾ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, മേക്ക് ഇറ്റ് നോട്ടിസിബിൾ. അതൊരു എന്താ പറയുക, അത് ആൾക്കാരെ ശ്രദ്ധിക്കണം. നമ്മൾ ബ്ലാക്ക് മാർക്ക്, റെഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ആൾക്കാർ ശ്രദ്ധിക്കും. ബ്ലാക്ക് മാർക്ക് ആണെങ്കിൽ നെഗറ്റീവ് വേ, പോസിറ്റീവ് സെൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ റെഡ് മാർക്ക് എന്ന് പറയില്ലേ, അതുപോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ. ഇനി അല്ലെങ്കിൽ മേക്ക് വൺസ് ഓൺ മാർക്ക് എന്നും പറയും. മേക്ക് വൺസ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഹാവ് സക്സീഡ് അല്ലെങ്കിൽ ഹാവ് എൻ അച്ചീവ്മെന്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഓർത്തോണം, മേക്ക് എ മാർക്ക് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഹാവ് അല്ലേ, ഞാൻ പറഞ്ഞു മേക്ക് ഇറ്റ് നോട്ടിസിബിൾ, മേക്ക് സംതിങ് നോട്ടിസിബിൾ, അങ്ങനെ ഓർത്ത് വെച്ചോളൂ. ഇത് ഏതർത്ഥം നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. മേക്ക് സംതിങ് നോട്ടിസിബിൾ, സക്സീഡ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. മേക്ക് എ മാർക്ക് എന്ന് പറഞ്ഞാൽ സക്സീഡ് ചെയ്യുക, അല്ലെങ്കിൽ അച്ചീവ്, ഗെറ്റ് എൻ അച്ചീവ്മെന്റ് എന്നൊക്കെ അർത്ഥം. ഓക്കെ, അടുത്തത് ഇൻ പ്ലേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്, എല്ലാം ഓക്കെ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് എവറിത്തിങ് എല്ലാം പ്രോപ്പറായിട്ട് വെച്ചു ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് യൂസ്ഡ്. ഇനി നമുക്ക് ഉപയോഗിക്കാം. എവറിത്തിങ് ഈസ് റെഡി എന്ന രീതിയിലാണ് ഇൻ പ്ലേസ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് യൂസ്ഡ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കാവുന്ന അർത്ഥത്തിൽ എത്തിയിട്ടുണ്ട്. സിസ്റ്റം ഈസ് ഇൻ പ്ലേസ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ദ ബിസിനസ് ഈസ് ഇൻ പ്ലേസ് എന്നൊക്കെ പറയാം. സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഗോ എന്നുള്ള അർത്ഥത്തിലാണ് ഇൻ പ്ലേസ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. ബെയർ ഫ്രൂട്ട്, മേക്ക് എ മാർക്ക് ആൻഡ് ഇൻ പ്ലേസ്, 3 വളരെ സിമ്പിളായ ഇഡിയംസ് ആണ്. ഇൻ പ്ലേസ് ഫ്രേസ് ആണെന്ന് പറയാം, ബാക്കിയെല്ലാം ഇഡിയംസ് ആണ്. മേക്ക് എ മാർക്ക്, ബെയർ ഫ്രൂട്ട് ഒക്കെ ഇഡിയംസ് ആണ്. ഇൻ പ്ലേസ് ഇസ് എ ഫ്രേസ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. സോ സിമ്പിൾ ആണല്ലോ, ഇന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ റീഡാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഹീറ്റ് സ്ട്രോക്കിനെ പറ്റി മെർക്കുറി റൈസിങ് എന്നുള്ള ആർട്ടിക്കിൾ ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കിയോ, അതിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിളായ റീഡിംഗ് ആണ്, വളരെ സിമ്പിൾ റീഡാണ്. പുതിയതായിട്ട് നിങ്ങൾ പറയാൻ പറ്റുന്ന കുറച്ച് വൊക്കാബ് ഉണ്ട്, അത് വൊക്കാബ് നമ്മളിവിടെ വായിച്ചു വിടും. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഗേൾ ഫ്രണ്ട് മെയ്ഡ് മാർക്ക് ഓൺ മൈ ഫേസ്, അത് വേറെ മാർക്കാ, അത് വേറെ മാർക്കാ, അത് നിന്റെ കയ്യിലിരിപ്പിന്റെ മാർക്കാ. ആ മാർക്കിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. ഗേൾ ഫ്രണ്ട് മെയ്ഡ് എ മാർക്ക് ഓൺ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് കറക്റ്റ്. മൈ ഗേൾ ഫ്രണ്ട് മെയ്ഡ് എ മാർക്ക് ഓൺ മൈ ലൈഫ്, അതാണ് കോണ്ടെക്സ്ച്വൽ മീനിങ് കേട്ടോ. അങ്ങനെ വേണം അത് പറയാനായിട്ട്. അല്ലെങ്കിൽ മൈ
മൈ ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും യുവർ അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റിനെ പറ്റി പറഞ്ഞു പറയാം. ഇറ്റ് മെയ്ഡ് എ മാർക്ക് ഓൺ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ഗുഡ്. April GST's income bear fruit. Okay, great. I'm waiting to bear fruit in coming exams. Okay, that's right. Exams. Okay, മനസ്സിലായി. She tried to make a mark in the society through her writings. Great. Yes, has it. Shilpa, great. The speech was a mark in the society. Mark in the society എന്ന് പറയണ്ട. അപ്പോൾ അതിന് made a mark. Oh, sorry, made a mark in the society. Yes, അത് clear. Yes. Due to global warming, climate makes a mark on Earth. Okay. All right. Yeah, അത് പറയാം. Make it noticeable എന്നൊക്കെ പറയാം. Einstein made a mark in physics. That's great. Okay, അപ്പോൾ സെറ്റ് അല്ലേ? അപ്പോൾ ഓർത്താൽ മതി മേക്ക് എ മാർക്ക്. നിങ്ങൾക്കറിയാം മേക്ക് എ മാർക്കിൻ്റെ മീനിങ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇഡിയം ഞാൻ പറഞ്ഞല്ലോ, ഇഡിയമാണ് ഫ്രേസ് ആണെങ്കിൽ എപ്പോഴും അതിന് കോണ്ടെക്സ്റ്റുവൽ സെൻസിൽ നിങ്ങൾ പിടിച്ചോണം. അല്ലെങ്കിൽ അതിന് എന്താ പറയുക, അതിന് നമ്മൾ ഡിറക്റ്റ് മീനിങ് കൊടുക്കരുത്. ഡിറക്റ്റ് മീനിങ് കൊടുക്കുമ്പോൾ അതിൽ പ്രശ്നം വരുന്നത്. സോ റിമെമ്പർ ദാറ്റ്. ഇഡിയംസും ഫ്രേസസും മാത്രം കൈവിട്ട കളിയാണ്. കോണ്ടെക്സ്റ്റുവൽ മീനിങ് വെച്ചിട്ട് എടുക്കാവുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗസ് വർക്ക് ചെയ്തിട്ട്. മനസ്സിലായോ? അത് പഠിച്ചു വെക്കണം. അതാണ് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻഫോർമൽ യൂസേജ് ആണ്. ഇഡിയംസും ഫ്രേസും ഇൻഫോർമൽ വേ ഓഫ് സേയിങ് സംതിങ് ആണ്. അപ്പോൾ അത് കോണ്ടെക്സ്റ്റുവൽ മീനിങ്ങിൽ വരുന്ന സാധനമാണ്. അല്ലാതെ നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് മീനിങ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, യാ. വിസിറ്റിംഗ് ഓഫ് യു എസ് വേണ്ട, വിസിറ്റിംഗ് യു എസ് മതി. മനസ്സിലായോ? ഐ വിസിറ്റ് മൈ പേരൻസ്. വിസിറ്റ് എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് വേർബാണ്. അതിന് ശേഷം ഒബ്ജക്റ്റ് വേണം. വിസിറ്റിംഗ് ഓഫ് യു എസ് അല്ല, വിസിറ്റിംഗ് യു എസ്. കേട്ടോ ഗുരുദാസെ, ട്രാൻസിറ്റീവ് വേർബ്. അതിനൊക്കറിയാം ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വേർബിന് ശേഷം ഒബ്ജക്റ്റ് വേണമെങ്കിൽ അതൊരു ട്രാൻസിറ്റീവ് വേർബാണ്. സോ വിസിറ്റിംഗ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ വിസിറ്റിംഗ് ഓഫ് യു എസ് അല്ല, വിസിറ്റിംഗ് യു എസ് റെപ്രസെൻറ്റേറ്റീവ് സ്പീക്കർ മേക്ക് അല്ല. ജെറണ്ടാണ് മോനെ, ജെറണ്ടല്ലേ വിസിറ്റിംഗ്. ജെറണ്ടാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. വിസിറ്റിംഗ് യു എസ് representative speaker makes a mark in Ukraine's issue. കേട്ടോ, വിസിറ്റിംഗ് ആണ് സബ്ജക്റ്റ് എങ്കിൽ, ജെറണ്ട് ആണ് സബ്ജക്റ്റ് എങ്കിൽ എപ്പോഴും സിംഗുലർ ആയിരിക്കണം വേർബ്. നോട്ട് ഇറ്റ്. കേട്ടോ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോണം അത് കേട്ടോ. മേക്ക് എ മാർക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ആ മാർക്ക് ഈസ് ഇൻഡിക്കേഷൻ. കേട്ടോ, അത് കൃത്യമായിട്ട് ദിവ്യ സ്ട്രെയിറ്റ് മീനിങ് ആണ് പറഞ്ഞത്. മേക്ക് എ മാർക്ക് എന്ന് വെച്ചാൽ യു ആർ നോട്ട് ടെലിംഗ് ടു ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് ഇഫക്റ്റ് അല്ലേ. ഇഫക്റ്റ് ഉണ്ടാക്കാനല്ല പറയുന്നത്. അത് കൃത്യമായിട്ട് പറയും. യു മേക്ക് എ മാർക്ക് അങ്ങനെ പറയരുത്. സോ യു ക്യാൻ സേ പുട്ട് എ മാർക്ക് അല്ലേ. പുട്ട് എ മാർക്ക് എന്ന് പറഞ്ഞു. അവിടെ മേക്ക് എ മാർക്ക് പറയരുത്, പുട്ട് എ മാർക്ക് പറഞ്ഞു. ഡയറക്റ്റ് മീനിങ് ആണ് ദിവ്യ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. അടുത്തത് അടുത്തതിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുണ്ട് കേട്ടോ. സോ മെയ് മാസമായി, ഓർത്തോളൂ. നമുക്ക് എക്സാംസിൻ്റെ ചൂട് പിടിക്കുന്ന സമയമായി. ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ദിവ്യയെ പോലെയുള്ള അല്ലെ, നമ്മുടെ ദിവ്യ ഗുരുദാസ് പോലെയുള്ള ആൾക്കാരെല്ലാം ബാങ്കിങ് എക്സാംസിന് ആസ്പിറൻസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്കിങ് എക്സാംസ് ഇതാ ജൂണിൽ വരാൻ പോവുകയാണ്. നമുക്ക് കോഴ്സുകളുണ്ട്. ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യുക. Y314 എന്ന എൻ്റെ ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടിൽ നമ്മുടെ കോഴ്സുകൾ അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സ് എസ്പെഷ്യലി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇപ്പോഴത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യജ്ഞ എന്ന് പറയുന്ന ബാങ്കിങ് ബാച്ചാണ്. അതൊരു ഫൗണ്ടേഷൻ ബാച്ചാണ്. ഞാൻ പിന്നെ നിങ്ങളോട് പറയാനുള്ള കാരണം വെച്ചാൽ ബാങ്ക് കോച്ചിങ്ങിന് നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയാലും നിങ്ങൾക്കറിയാം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നല്ല എമൗണ്ട് ആവും. ബാങ്ക് കോച്ചിങ് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ബാങ്ക് കോച്ചിങ് ഒന്ന് സെറ്റാക്കി എടുത്താൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ബേസ് കിട്ടും. റീസണിങ്, മാത്ത് ആൻഡ് ഇംഗ്ലീഷിന്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കണം. ബാക്കി കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് സൈഡിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് വലിയ പ്രോബ്ലം ഉള്ള കാര്യമല്ല. അത് നമുക്കൊരു ക്രാഷ് കോഴ്സിൽ കയറി കിട്ടാം. ബട്ട് ഫൗണ്ടേഷൻ കോഴ്സ് മസ്റ്റ് ബി അ ഫൗണ്ടേഷൻ. അതൊരു ബേസ് സെറ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ബേസ് ശരി, അല്ലെങ്കിൽ നാളെ മറിഞ്ഞു വീഴൂലേ. സോ അതുപോലെ നമ്മുടെ കാര്യം. അതുകൊണ്ട് ഫൗണ്ടേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് വളരെ റീസണബിൾ ആയ റേറ്റിൽ നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11-ാം തീയതിയാണ്. ഈ വരുന്ന 11-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി 10 ദിവസമേ ഉള്ള സമയം. നിങ്ങൾക്ക് ഇതുവരെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തൊരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. 1.5 മണിക്കൂർ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 11 o'clock-ന്, 5-ന്, 7:30-ക്ക്. ഇംഗ്ലീഷും മാത്തും റീസണിങ്ങും അങ്ങനെ 3 ക്ലാസ്സുകൾ ഡെയിലി പൊയ്ക്കൊണ്ടിരിക്കും. സൺഡേസ് ഓഫ് ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുവിടാം. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഏത് നേരം വേണമെങ്കിലും ചോദിക്കാം ടെലഗ്രാമിൽ. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തരും. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ഓറിയൻറ്റഡ് ആയിട്ട് സെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പോകും. ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം ബാങ്കിങ്ങിന് വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക കേട്ടോ, വളരെ റീസണബിൾ റേറ്റിൽ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. Adda247.com എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ Adda247 എന്ന ആപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാം. എന്നിട്ട് നിങ്ങൾ നമ്മുടെ സ്റ്റോറിൽ പോകും. അപ്പോൾ ആപ്പിലാണെങ്കിൽ സ്റ്റോറിൽ പോവാം. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിൽ നേരെ പോയിട്ട് ഓൾ എക്സാംസ് എടുക്കുക. സ്റ്റേറ്റ് എക്സാംസ്, അവിടെ കേരള എക്സാംസ്,
അവിടെ നിങ്ങൾക്ക് ഇതാ നമ്മുടെ മലയാളം കോഴ്സസ് എല്ലാം കിട്ടും. കേരള എക്സാംസ് എടുക്കാൻ കാരണം അവിടെയാണ് മലയാളം കോഴ്സ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി കോഴ്സ് ആയിരിക്കും കിട്ടുക. Adda247 is a നാഷണൽ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അതൊരു പ്രശ്നമാവും നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ, കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ. എന്നിട്ട് നിങ്ങൾ കോഴ്സിൽ ഓഫർ കോഡ് അടിച്ചു കൊടുത്താൽ മതി Y314. അതുപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് പ്രോ എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫോർ ഇംഗ്ലീഷ്, ഗ്രാമർ, അതുപോലെ വൊക്കാബ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്. അതുകൊണ്ടാണ് കോംപ്രിഹെൻഷൻ ഇംഗ്ലീഷ് കോഴ്സാണ്. ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. അതിപ്പോൾ PSC പഠിക്കുന്നവർക്കാണെങ്കിലും UPSC പഠിക്കുന്നവർക്കാണെങ്കിലും ബാങ്കിങ്, SSC, ESIC ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പിന്നെ ടെൻഷൻ വേണ്ട. April 19 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഇല്ല, 1-2 ദിവസങ്ങളിലാണ് 2 ക്ലാസ്സുകളാണ് ഉണ്ടാവുക, 3-നും 8:30-ക്കും. റിമംബേഴ്സും ഞാനും കൂടെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നുള്ള. ലെറ്റ്സ് മൂവ് ടു അവർ സിനോണിംസ്. ആദ്യത്തെ വേർഡ് ഈസ് ഇംപ്യൂണിറ്റി. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത വാക്കാണ് ഇംപ്യൂണിറ്റി, അല്ലേ? ഇംപ്യൂണിറ്റിൻ്റെ വാക്ക് എന്താ, അർത്ഥം എന്താ? എക്സംഷൻ. സ്പെല്ലിംഗ് തെറ്റിയല്ലോ, ആദ്യം തന്നെ എനിക്ക്, മൈ ബാഡ്. എക്സംഷൻ അല്ലേ? എക്സംഷൻ, ഇളവ് കൊടുക്കുക അല്ലേ? ഒരാൾക്ക് എക്സംഷൻ, അവരെ മാത്രം ഒഴിവാക്കുക. നമ്മൾ പോലെ AFSPയുടെ പ്രത്യേകത അതാണ്, ആംഡ് ഫോഴ്സസിന് മാത്രം ഇളവ്. അവരെന്ത് ചെയ്താലും അത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് ഇളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതിനാണല്ലോ നമ്മൾ പറയുന്ന ഇംപ്യൂണിറ്റി ഉണ്ടെന്ന് പറയുക. എക്സംഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, ഇൻഡെംനിറ്റി എന്നുള്ള അർത്ഥം ഓർത്ത് വെച്ചാൽ മതി. ഇംപ്യൂണിറ്റി വളരെ കോമൺ ആയിട്ടൊരു യൂസേജ് ആണ് ഇംപ്യൂണിറ്റി. ഐ ഹോപ്പ് ദാറ്റ് ഇസ് വാട്ട് യു നോ, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വാക്ക് നോക്കണേ, ഓഗർ. ഓഗർ, AGUR, ഓഗർ ഉണ്ട്. ഓഗർ, ഇതേ ഓഗർ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, AUGER ഓഗറും ഉണ്ട്, മാറിപ്പോരുത്. ആ ഓഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ, ഒരു ഇൻസ്ട്രുമെന്റ്, ഇറ്റ്സ് ലൈക്ക് എ ടൂൾ. വുഡിനൊക്കെ തുളയ്ക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ മരത്തടിക്കഷ്ണം അല്ലെങ്കിൽ വുഡൊക്കെ മരത്തൊക്കെ തുളയ്ക്കാൻ വേണ്ടി അതിൽ കൂടി ഉള്ളിലോട്ട് ഇങ്ങനെ തുളച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടൂളിന് ഓഗർ എന്ന് പറയും. AUGER ഓഗർ. രണ്ടും ഓഗറാണ്, ഹോമോഫോൺസ് ആണ്, ബട്ട് അത് നൗണാണ്. ഇതും നൗണായിട്ടുണ്ട്, പക്ഷെ സ്പെല്ലിങ് ശ്രദ്ധിച്ചോണം. എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന, എനിക്കറിയില്ല, നിങ്ങൾക്ക് തെറ്റില്ലായിരിക്കും, എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. ഓഗർ എന്ന് പറയുമ്പോൾ ഞാൻ ചാടിക്കയറി എഴുതും AUGER. ഇറ്റ്സ് നോട്ട് AUGER, AUGUR, ഓഗർ. അതിൻ്റെ അർത്ഥം നൗണായിട്ട് പറയാറുണ്ട്. നൗണായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സിയർ എന്ന് പറയില്ല, അത് ഫോർച്യൂൺ ടെല്ലറൊക്കെ, അല്ലെങ്കിൽ സൂട്ട് സെയർ, നാളെ പറ്റി പ്രവചിക്കാൻ പറ്റുന്ന ആളെ പറ്റി നമ്മൾ പറയും സൂട്ട് സെയർ അല്ലെങ്കിൽ സിയർ എന്നൊക്കെ പറയും. ഫോർസീ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയും. അപ്പോൾ ഓഗർ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ബോഡിയ, പോർട്ടൻറ്റ് ചെയ്യുക, അതായത് നാളെ വരുന്നതിനെ പറ്റിയുള്ളൊരു മുന്നോടിയായിട്ട് നമ്മൾ കാണുക. ദാറ്റ് ഈസ് ബോർഡ് അല്ലെങ്കിൽ പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഹെറാൾഡ്. ഹെറാൾഡ്, സൈൻ, സിഗ്നൽ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അല്ലേ? വെർബായിട്ടും ഹെറാൾഡ് ഉപയോഗിക്കും. ഹെറാൾഡ് അല്ലെങ്കിൽ പോർട്ടൻറ്റ് അല്ലെങ്കിൽ ബോർഡ് എന്നാണ് ഓഗർ എന്ന വാക്കിൻ്റെ അർത്ഥം. നാളെ പറ്റി അല്ലെ നാളത്തെ പറ്റിയുള്ളൊരു അതിനും മുന്നോടിയായിട്ടുള്ള അത് അറിയാൻ പറ്റുന്നൊരവസ്ഥ, അതിനെയാണ് പോർട്ടൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പോർട്ടൻറ്റ് ദ ഫ്യൂച്ചർ, ഫോർടെൽ ദ ഫ്യൂച്ചർ, ഫോർടെൽ, ഫോർസി, അതാണ് അർത്ഥം കേട്ടോ. ഫോർസി ചെയ്യുക, ഫോർടെൽ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരും, ഓർത്ത് വെച്ചോണേ. ദർ ആർ മിറിറ്റ്സ് ഓഫ് ബെയർ ഫ്രൂട്ട് ഫ്രം കേരളയിൽ. ബെയർ ഫ്രൂട്ട്സ് അല്ല, അത് നീ ഉദ്ദേശിക്കുന്ന ദീപക്കെ. മിറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ന്യൂമറസ് എന്നർത്ഥം, അല്ലെ? ഒരുപാട്, മാസ് എന്നാണ് അർത്ഥം. അപ്പം മിറിറ്റ്സ് ഓഫ് ബെനിഫിറ്റ്സ് എന്നല്ല നീ ഉദ്ദേശിക്കുന്നത്, ഗുണങ്ങൾ അല്ലെ, ഉപയോഗങ്ങൾ ഉണ്ടാകും എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെ കൊടുക്കണം? അവിടെ ബെയർ ഫ്രൂട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ദർ ആർ മിറിറ്റ്സ് ഓഫ് benefits from Kerala project, but nobody recognize it അല്ല, nobody singular, recognizes it കേട്ടോ. There are myriads of results അല്ലെങ്കിൽ എന്താണ് benefits, advantages എന്നൊക്കെ പറയാം from Kerala projects, but nobody recognizes it. The establishment of FSSAI makes a mark in the development of providing safe food. Great. SSO എക്സാം ശില്പ ജൂണിലാകാനാണ് ചാൻസ്. കാരണം UDC എക്സാം നടന്നുകൊണ്ടിരിക്കും അല്ലേ? UDC എക്സാം കഴിഞ്ഞ ദിവസം നടന്നു, മെയിൻസ്, UDCയുടെ മെയിൻസ് നടന്നു. MTSൻ്റെ ഡേറ്റ് വന്നു. MTS ഉണ്ട്, മെയ് മാസം തന്നെ MTS ഉണ്ട്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ മെയ് മാസം അവസാനമോ ഓർ ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട്, ഫസ്റ്റ് സെക്കൻഡ് വീക്കിനുള്ളിൽ എന്തായാലും SSOയുടെയും വരും. പേടിക്കണ്ട കേട്ടോ, അത് സെറ്റാവും. ഓക്കെ, യാ അത് തന്നെ. ഓഗർ ബിറ്റ്. ഓക്കെ, ഓഗർ പറയാലോ. ഓഗർ മീൻസ് ഫോർസീ ചെയ്യുക, ഫോർട്ടൽ ചെയ്യുക, മുൻകൂട്ടി കാണുക എന്നാണ് അർത്ഥം. ബോഡി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക, ബോർഡ്, BODE, ബോർഡ്. പോർട്ടൻറ്റ്, മുൻകൂട്ടി കാണുക. ഹെറാൾഡ്, മുൻകൂട്ടി കാണുക. ഇറ്റ്സ് ലൈക്ക് എ വാർണിംഗ് അല്ലേ? ഹെറാൾഡ് ഒരു വാർണിംഗ് ആണ്. സോ ഹെറാൾഡ് ഒരു നമുക്കൊരു കോഷനാണ്, മുൻകൂട്ടി എന്തോ നേരെ വരാമെന്ന അപകടത്തെ നമ്മൾ കാണുന്നതിനെ നമുക്ക് ഹെറാൾഡ് ചെയ്യുക, ഓഗർ ചെയ്യുക അല്ലെങ്കിൽ പോർട്ടൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയും.
സോ ദീസ് ആർ ദ സിനോണിംസ്. ഓഗർ എന്നതിൻ്റെ സിനോണിംസ് ആണ്. ഓക്കെ, ബോർഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡിൻ്റെ മീനിങ് വരുമ്പോൾ അപ്പം നമ്മൾ പറയും ഓഗർ ആണെന്നുള്ളത്. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും ഉള്ളതാണ്. ഓക്കെ, അടുത്ത് കീൻനെസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കീൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സഫിക്സ് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നൗൺ ആണോ പ്രൊനൗൺ ആണോ എന്നൊക്കെ. പ്രൊനൗൺ അല്ല, നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ നോക്കി. NESS നൗണിൻ്റെ സഫിക്സ് ആണ്. കീൻ എന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ, കീൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്, അറിയാലോ അത്. കീൻ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിൻ്റെ കൂടെ NESS ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നൗണായ കീൻനെസ് കിട്ടി അല്ലേ. കീൻനെസ് എന്ന് പറയുമ്പോൾ ഈഗർനെസ്. അപ്പോൾ അഡ്ജക്റ്റീവ് ആണല്ലോ ഈഗർ, വില്ലിംഗ്, റെഡി ഒക്കെ ആണല്ലോ. അതിന് എല്ലാത്തിൻ്റെ കൂടെ NESS ഇല്ലേ നോക്കിയേ. ഈഗർനെസ്, വില്ലിംഗ്നെസ്, റെഡിനെസ്. വൈ മാറ്റി, വൈ കട്ട് ചെയ്യപ്പെട്ടു, INESS അല്ലേ ആണ്. കീൻനെസ് മീൻസ് ഈഗർനെസ്, വില്ലിംഗ്നെസ്, റെഡിനെസ്. അടുത്ത് നെവർദ്ലെസ്. നെവർദ്ലെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അഡ്വേർബ്. അഡ്വേർബ് യൂസേജ് ആണ്. മീനിങ് ഇത്രേ ഉള്ളൂ. ഹവെവർ എന്നിരുന്നാലും, സ്റ്റിൽ എന്നിട്ടും, യെറ്റ് എന്നിട്ടും, ഓൾദോ എന്നിട്ടും, അല്ലെങ്കിൽ ഈവൻ ദോ, എല്ലാം ഒരേ മീനിങ് ആണ്. സിമിലർ മീനിങ് ആയിട്ടുള്ള വാക്കുകളാണ്. അഡ്വേർബ് ആണ് നെവർദ്ലെസ്. നെവർദ്ലെസ് മീൻസ് ഹവെവർ എന്നിരുന്നാലും, അല്ലെങ്കിൽ സ്റ്റിൽ, ഈവൻ ദോ അല്ലേ, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ്, അങ്ങനെ ആയിരുന്നിട്ടും എന്നൊക്കെ പറയില്ലേ. ഈ ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് എല്ലാ മീനിങ്ങും അതേപോലെയാണ് കേട്ടോ. സോ ഇതിൽ പറയാം ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ്. എന്തോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, എന്തോ അത് കേട്ടോ. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ്, അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നാലും എന്നൊക്കെ അർത്ഥം. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് എന്നാണ് നെവർദ്ലെസ്സിൻ്റെ അർത്ഥം. നെവർദ്ലെസ് നമ്മൾ പലതാണ് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത സൈറ്റ്. സൈറ്റ് ചെയ്യുക മീൻസ് കോട്ട് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ റെഫർ ചെയ്യുക എന്നർത്ഥമാണ്. സൈറ്റ് മീൻസ് കോട്ട് ചെയ്യുക, മെൻഷൻ ചെയ്യുക, റെഫർ ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൊണ്ട് സൈറ്റ് മീൻസ് കമൻറ്റ് ചെയ്യുക, പ്രൈസ്, കോംപ്ലിമെൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക എന്നൊക്കെയാണ് സൈറ്റിൻ്റെ വേറൊരു അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. യെസ്, ഹായ് അഞ്ജു, ഗുഡ് മോർണിംഗ്. ഓക്കെ, യാ, യെസ്. നീതു, ഗുഡ് മോർണിംഗ്. ദ മീറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഗേർഡ് അബൌട്ട് ദി സമ്മർ റെയിൻ. യെസ്, സത്യം, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഓഗേർഡ് അബൌട്ട് ദി സമ്മർ റെയിൻ. യെസ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഇംപ്യൂണിറ്റി, ഓഗർ, കീൻനെസ്, നെവർദ്ലെസ്, സൈറ്റ്. സിമിലർ വാക്കാണ്, സിമ്പിൾ വാക്ക്. ഇന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. കാരണം വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് പുതിയൊരു വാക്കുകളൊന്നുമില്ല. ഓക്കെ, യെസ്. മൂവിങ് ഓൺ. ശ്രീദേവി, ഗുഡ് മോർണിംഗ്. റിവോക്ക് ചെയ്യുക, റിവോക്ക് അറിയാലോ. റെവക്കേഷൻ എന്നാണ് അതിൻ്റെ നൗൺ ഫോമുലേഷൻ. അത് പഠിച്ചു പോക്കോണം കേട്ടോ. കാരണം നമുക്ക് വേർബ് അറിയെങ്കിൽ നൗൺ അറിഞ്ഞ് പോക്കോണം, എന്നാലും നിങ്ങൾ പിന്നെ ഓർത്തിരിക്കത്തുള്ളൂ. റെവക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിവക്കേഷൻ സ്പെല്ലിംഗ് നോക്കണേ. CATION. ഓക്കെ, CATION ആണ്. ഇറ്റ്സ് നോട്ട് KATION. റിവക്കേഷൻ, ക്യാൻസലേഷൻ, റിപ്പീൽ. റിപ്പീൽ പിന്നെ നൗണും വേർബും ആണ്. റെസിൻഡിങ്, അനൽമെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. റിവോക്ക് മീൻസ് ക്യാൻസൽ ചെയ്യുക, റിപ്പീൽ ചെയ്യുക, റെസിൻഡ് ചെയ്യുക, അനൽ ചെയ്യുക എന്നാണ് റിവോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് EFSPA ഇസ് റിവോക്ഡ്. റിവോക്കേഷൻ ഓഫ് ESPA ക്യാൻസൽ ചെയ്തു, റിപ്പീൽ ചെയ്തു, റിസെൻഡ് ചെയ്തു, അനൽ ചെയ്തു എന്നുള്ളതാണ് നിങ്ങളിത് കാണാൻ പോകുന്നത്. അടുത്തത് ഇറ്റ് കംസ് അണ്ടർ ദ പെർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. പെർവ്യൂ കഴിഞ്ഞ ദിവസവും ശനിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പെർവ്യൂ മീൻസ് ലിമിറ്റ് അല്ലെങ്കിൽ സ്കോപ്പ്, റേഞ്ച് ഓഫ് അതോറിറ്റി, അധികാര പരിധി, ഡോമിനൻസ് അല്ലേ, ഡോമിനൻസ് അല്ലേ, എൻ്റെ ഡോമിനൻസിൻ്റെ ഉള്ളിൽ അല്ലെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എന്നൊക്കെ പറയില്ലേ, അല്ലെ ഈ നമ്മുടെ നിയമപരിധിൻ്റെ ഉള്ളിൽ ഇത് വരില്ല എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ നിയമപരിധിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് വരുന്നില്ലെങ്കിൽ ഒരു കാര്യം വരുന്നില്ല. ഇത് ഇറ്റ് കംസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഇന്റർനാഷണൽ ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ് ഈസ് പെർവ്യൂ. ദാറ്റ് മീൻ പെർവ്യൂ, പ്രിവ്യൂ അല്ല, പെർവ്യൂ, ലിമിറ്റ്, സ്കോപ്പ്, റേഞ്ച് ഓഫ് അതോറിറ്റി എന്നൊക്കെയാണ് പെർവ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം. റൈറ്റ്, ഓർത്തോളാം. ഷീ വാസ് വെരി ടയർഡ്, നെവർദ്ലെസ് ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ്. ഗ്രേറ്റ്, എന്നിരുന്നാലും അല്ലേ. വെരി ഗുഡ് കേട്ടോ ദിവ്യ, വെരി ഗുഡ്. അടുത്ത് നോക്കിക്കേ, എക്സസ്. എക്സസ് അറിയാലോ, അധികം അല്ലേ. അധികം എന്നാണ് അർത്ഥം. നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം അല്ലേ. എക്സസ് സപ്ലൈ അല്ലെ, എക്സസ് റിസോഴ്സസ്. എക്സസ് നൗൺ ആണ്, കൗണ്ടബിൾ ആ, എക്സസസ് എന്നൊക്കെ കേൾക്കാം. അപ്പൊ എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർപ്ലസ് ആണ്, ഒന്നിലധികമാണ്, ഓവർ അബണ്ടൻസ് എന്നൊക്കെ നമ്മൾ ഇതിന് പറയാം. എക്സസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് അല്ലേ, ഓവർ അബണ്ടൻസ് ആ. അതായത് നമുക്ക് സമൃദ്ധിന്റെ ഓവർ അല്ലെ, ഓവർ അബണ്ടൻസ് എന്നൊക്കെ പറയും. മനസ്സിലായോ? ഓവർ അബണ്ടൻസ് പറയാം, സർഫീറ്റ് എന്ന് പറയാം, സർപ്ലസ് എന്ന് പറയാം നൗൺ ആയിട്ട്. ഓക്കെ, ഒരുപാടാണ്. നമുക്കതായത് നമ്മളെ കൊണ്ട് ഉപയോഗിക്കുന്നതിൽ കവിഞ്ഞ് അധികമുണ്ട് എങ്കിൽ നമ്മൾ പറയില്ലേ ഓവർ കൺസംഷൻ ഒക്കെ പറയില്ലേ. കൺസംഷൻ ഒരുപാട് ഉപയോഗിക്കുക, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഓവർ കൺസംഷൻ.
എക്സസ് എന്ന് പറയാം നൗൺ ആയിട്ട്. വെർബായിട്ട് പറയാലോ, സ്പെയർ ആണ്, എക്സ്ട്രാ ആണെന്ന് പറയില്ലേ, എക്സസ് റിസോഴ്സസ്, എക്സസ് യൂസ് ഓഫ് പവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, എക്സസ് പവർ എന്നൊക്കെ പറഞ്ഞാൽ അഡീഷണൽ ആണ്. എക്സസ് മീൻസ് അഡീഷണൽ, സ്പെയർ, എക്സ്ട്രാ എന്നാണ് അർത്ഥം. അറിയാലോ, നൗണുമായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കും. അടുത്തത് അട്രോസിറ്റി. അട്രോസിറ്റി ടുവേർഡ്സ് പീപ്പിൾ കേട്ടിട്ടുണ്ടായിരിക്കും. അട്രോസിറ്റി, അട്രോസിറ്റി മീൻസ് റിലീജിയസ് അട്രോസിറ്റി, പൊളിറ്റിക്കൽ അട്രോസിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അട്രോസിറ്റി മീൻസ് ക്രൂവൽറ്റി, വളരെ ക്രൂവൽറ്റി. ഇറ്റ് ക്രിയേറ്റ്സ് ഹാം ടു ദ പീപ്പിൾ. ഇറ്റ് ഈസ് ക്രൂവൽ, എ ക്രൂവൽ ആക്ട് ദറ്റ് ക്രിയേറ്റ്സ് ഹാം ആൻഡ് ഓർ ഇഞ്ചുറി ടു പീപ്പിൾ. ആൾക്കാരെ ഹാം ചെയ്യുക, ആൾക്കാരെ ഉപദ്രവിക്കുക, ആൾക്കാർക്ക് മുറിവേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ യു കോൾ ഇറ്റ് അട്രോസിറ്റി. ക്രൂവൽറ്റി, ബ്രുട്ടാലിറ്റി, ഇൻജസ്റ്റിസ് അതിന് നമുക്ക് പറയാം. അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ ക്രൂവൽറ്റി, ബ്രുട്ടാലിറ്റി അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് എന്നതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓർത്തോണം കേട്ടോ. അടുത്ത ഈസ് ബോച്ച്. പക്ഷെ ബോച്ച് എന്ന വെർബ് നൗൺ നിങ്ങൾ ഇവിടെ കാണും. പക്ഷെ ഇന്ന് ഉപയോഗിച്ചേക്കുന്ന ആർട്ടിക്കിളിൽ ഉപയോഗിച്ചേക്കുന്ന ബോച്ച് ആസ് എൻ അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ബോച്ച് ഇസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ്. പക്ഷെ ഞാനത് എഴുതാതെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നതിൻ്റെ കാരണമുണ്ട്. ബോച്ച് വാസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ലൈക്ക് ദിസ്, ബോച്ച്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബോച്ച്ഡ് നിങ്ങൾക്കറിയാം, V2 ആയിട്ട്, V2 അല്ല V3 ആയിട്ട് ഉപയോഗിച്ചാലും V4 ഉപയോഗിച്ചാലും അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആയിട്ടും ഉപയോഗിക്കാം. ലൈക്ക് ഹാപ്പനിങ്, അപ്രോച്ചിങ്, ഇംപെൻഡിങ്, ബോച്ചിങ്, ബോച്ച്ഡ് ഒക്കെ. കാരണം എന്താ, അത് V3 ആണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളും V4 ആണെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ. പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ മീൻസ് ദേ ആർ യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ V3 ആയിട്ട് ഉപയോഗിച്ചേക്കുവാണ്. ആൻഡ് ഇങ്ങനെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ബോച്ച്ഡ്. ബോച്ച്ഡിൻ്റെ അർത്ഥം അപ്പോൾ എന്ത് വരും? മിസ്മാനേജ്ഡ്, മിസ്ഹാൻഡിൽഡ്, മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യപ്പെടാത്തൊരു കാര്യം. ബോച്ച്ഡ് ആക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ബോച്ച്ഡ് റൂൾ എന്നൊക്കെ പറയാൻ പറ്റും. യു വിൽ ലുക്ക് അറ്റ് ദ സെൻറ്റൻസ് കേട്ടോ. നിങ്ങൾ ഇന്ന് സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ്. ബോച്ച് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് പറയുകയാണെങ്കിൽ മെസ്സാണ്. ഇറ്റ്സ് എ മെസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫിയസ്കോ, ഇറ്റ്സ് എ ഡെബക്കിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബോച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഡെബക്കിൾ, ഇതൊരു തോൽവിയ എന്നൊക്കെ പറയില്ലേ. സോ ഡെബക്കിൾ ആണ്, ഫിയസ്കോ ആണ്. ബോച്ചിന് അർത്ഥമുണ്ട് നൗൺ ഫോർമുലേഷനിൽ. വേർബായിട്ട് വരുമ്പോൾ മിസ് ഹാൻഡിൽ ചെയ്യുക, മിസ് മാനേജ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ V3 ഫോമിലോട്ട് വരുമ്പോൾ വേർബിൻ്റെ V3 ആണല്ലോ. മിസ് ഹാൻഡിൽഡ്, മിസ് മാനേജ്ഡ് എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, കെയർലെസ് ആയിട്ട് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാത്തൊരു കാര്യം എന്നർത്ഥത്തിൽ ബോച്ച്ഡ് വരും. You can see that. Okay, let's see. Atrocities against women and children are increasing day by day. Yes, it is. Like domestic violence are increasing. Violence is increasing. Correct. The party was revoked by them. Okay, cancelled. Great. All right. ഈ റിവോക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ റിവോക്ക് ഇസ് എ ഫോർമൽ വേർഡ് കേട്ടോ. നിങ്ങൾ അത് പഠിച്ചിരിക്കണം. കാരണം റിവോക്ക് ഒക്കെ ഒരുപാട് ചോദ്യം എപ്പോഴും വരും. കാരണം ഇറ്റ്സ് എ ഫോർമൽ വേർഡ്. റെസിൻറ്റ്, റിവോക്ക് ഒക്കെ ഫോർമൽ വേർഡ്, റിപ്പീലൊക്കെ ഫോർമൽ വേർഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്യാൻസൽ അല്ലേ, ക്യാൻസൽ ചെയ്യുക ഇസ് എൻ ഇൻഫോർമൽ വേർഡ്. അതൊരു ഇൻഫോർമൽ വേർഡാണ്. ബട്ട് അനലും ഫോർമൽ വേർഡാണ്. ഓർത്തോണം, ഇതിൻ്റെ മീനിങ് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഫോർമൽ വേർഡ് എന്ന്. ഓക്കെ, this case falls outside the purview of this particular court. Yes, great. Due to the existing COVID situation, he revoked his trip. Formal ആയിട്ട് അല്ലേ. All right, moving on to next set. അടുത്ത സെറ്റിലോട്ട് പോവാം. അടുത്ത വാക്ക് procure. Procure എന്ന വാക്ക് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും procurement. Procurement ആണ് നൗൺ അല്ലേ. പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞാൽ നേടിയെടുത്ത സാധനത്തിന് നമ്മളെന്ത് പറയും അല്ലേ, അതിനെയാണ് നമ്മൾ പ്രൊക്യൂർമെൻ്റ് എന്ന നൗൺ. പ്രൊക്യൂർ ചെയ്യുക മീൻസ് ഒബ്റ്റെയിൻ ചെയ്യുക, നേടിയെടുക്കുക അല്ലേ. അക്യൂർ ചെയ്യുക, ഗെറ്റ് ചെയ്യുക അല്ലേ, കിട്ടുക അല്ലേ. ഒബ്റ്റെയിൻ ചെയ്യുക, അക്യൂർ ചെയ്യുക, ഗെറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് പ്രൊക്യൂർ. പ്രൊക്യൂർമെൻ്റ് ഇസ് നൗൺ. ഓർത്ത് വെച്ചോളാം. പ്രൊക്യൂർമെൻ്റ് അതിൻ്റെ നൗണാണ്, പ്രൊക്യൂർ അതിൻ്റെ വേർബുമാണ്. ഓർത്ത് വെച്ചോളാം. ആൻഡ് ശനിയാഴ്ച അല്ല, നമ്മൾ ശനിയാഴ്ചയല്ല ഞാൻ പറയുവാണ്, ഇപ്പം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഏതോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതോ ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഹെഡ് വേ മീൻസ് ഹി ഗോട്ട് എ ഹെഡ് വേ അല്ലെങ്കിൽ ദ മൺസൂൺ ഗോട്ട് എ ഹെഡ് വേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണും കേട്ടോ. ഹെഡ് വേ മീൻസ് പ്രോഗ്രസ് അല്ലെങ്കിൽ അഡ്വാൻസ് ഡെവലപ്മെൻറ്റ് എന്നർത്ഥം. ഹെഡ് വേ ഓക്കെ, ഒരു പ്രോഗ്രസ്, അഡ്വാൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും ഹെഡ് വേ എന്നർത്ഥം. ഓക്കെ, അടുത്തത് മൾട്ടിഫാരിയസ്. അഡ്ജക്റ്റീവ് ആണ്. മൾട്ടിഫാരിയസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. മൾട്ടി എന്ന വാക്കിന് അർത്ഥം എന്താ, നമ്പർ ഓഫ് എന്നല്ലേ. മൾട്ടിഫാരിയസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം ഡൈവേഴ്സ് അല്ലെങ്കിൽ മെനി, ന്യൂമറസ് എന്നർത്ഥം. ഓക്കെ, മൾട്ടിഫാരിയസ് ഇസ് എൻ അഡ്ജക്റ്റീവ് ദാറ്റ് മീൻസ് ഡൈവേഴ്സ്, ഒരുപാട് അല്ലെ, മെനി, ന്യൂമറസ്, നമ്പർ ഓഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാറ്റ്സ് മൾട്ടിഫാരിയസ്.
ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. യാ, ദേ ബോച്ച് ദ ചെയർ എന്ന് പറയാമോ? ദേ ബോച്ച് ദ ചെയർ പറയാം, ദേ ബോച്ച് ദ ചെയർ പറയാം, കറക്റ്റ് ആണ്. ദേ മിസ് ഹാൻഡിൽ ദ ചെയർ. ചെയറിന്റെ ഓൾറെഡി ചെയർ ഇസ് യൂസ്ഡ് എസ് എനിക്ക് മനസ്സിലായി. ആ ചെയർ ഉദ്ദേശിക്കുന്നത് യു ആർ യൂസിങ് ദ പവർ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. പവർ എന്ന യൂസേജ് ആണ്. ദ ചെയർ, സിമ്പിൾ ഓഫ് പവർ, ചെയർ. യാ, പറയാം. ഡോണ്ട് വാച്ച് ഇറ്റ് അപ്പ് ദിസ് ടൈം. ഓക്കെ, ഡോണ്ട് വാച്ച് ഇറ്റ് അപ്പ്, ഡോണ്ട് മിസ് ഹാൻഡിൽ ഇറ്റ് അല്ലേ. ഗ്രേറ്റ്. ഗവൺമെന്റ് nevertheless has more revenue. They always interest to take excess debt. Government nevertheless has more revenue. Okay, they always interest അല്ല, ഇൻട്രസ്റ്റ്. ദേ അല്ലേ ദീപക്കെ? ദേ എന്ന് പറഞ്ഞ പ്ലൂറൽ ആണ്. പ്ലൂറൽ വേർബ് പ്ലൂറൽ ആവുന്ന എപ്പോഴാ? അതിൻ്റെ SES ഇല്ല, വേർബ് പ്ലൂറൽ ആവുന്നത്. ഇപ്പൊ നോക്കിയേ, ക്രിയേറ്റ് എന്നൊരു വേർബ് പറയാം. ഈ ക്രിയേറ്റ് എന്ന വേർബ് പ്ലൂറൽ വേർബാണ്. അതെപ്പോഴും നിങ്ങൾക്ക് സിംഗുലർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ക്രിയേറ്റ്സ് എസ് ഇട്ട് കൊടുക്കുക, SO ആഡ് ചെയ്ത് കൊടുത്തേ. അപ്പം നിങ്ങൾക്ക് എന്താവും? അതിൻ്റെ കൂടെ അതിനെ സിംഗുലർ ആക്കി മാറ്റാൻ പറ്റും. വേർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ SO ആഡ് ചെയ്യണം. സിംഗുലർ ആക്കണമെങ്കിൽ കേട്ടോ, SO ഉണ്ടെങ്കിൽ സിംഗുലർ ആവും. നൗണും വേർബും നമ്മൾ ഉൾട്ടയാണ് റിലേഷൻ. നൗൺ ആകുമ്പോൾ എസ് ഇട്ട് കൊടുത്താൽ പ്ലൂറൽ ആകും, വേർബ് ആകുമ്പോൾ എസ് ഇട്ട് കൊടുത്താൽ സിംഗുലർ ആകും. ഓർത്ത് വെച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതാണ് ഇപ്പോൾ പറ്റിയേക്കുന്നത്. ദേ ഇൻട്രസ്റ്റ് അല്ല, ദേ ഓൾവേസ് ഇൻട്രസ്റ്റ്. ഓക്കെ, ടു ടേക്ക് എക്സസ് ഡെറ്റ്. ഓക്കെ, അങ്ങനെ. ദ എക്സസീവ് റെയിൻ റിസൾട്ട്സ് ഇൻ ദ റിവക്കേഷൻ ഓഫ് പാർട്ടി. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് റെയിൻ ആയി, എക്സസീവ് റെയിൻ അല്ലെങ്കിൽ എക്സസ് റെയിൻ. കറക്റ്റ് അവിടെയും ദേവിക കേട്ടോ, ഇതും കറക്റ്റ് ആട്ടോ, ഒരു കുഴപ്പമില്ല. ബോച്ച് occurred at coal mining in India seems complete atrocity among people. ബോച്ച് occurred at എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫെയിലിയർ occurred at ആണോ? ഫെയിലിയർ occurred at. അപ്പോൾ ഒക്കർ വേണ്ടല്ലോ ഹരി, ജസ്റ്റ് പറഞ്ഞത് ബോച്ച് അറ്റ് കോൾ മൈൻ, ഫിയസ്കോ അറ്റ്, ഡെബക്കിൾ അറ്റ്, മെസ് അറ്റ് കോൾ മൈനിങ് ഇൻ ഇന്ത്യ സീംസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഹെഡ്വേ സാലറി പേയ്മെന്റ് മെയ്ഡ് എംപ്ലോയീസ് ഡ്യൂറിങ് ഫെസ്റ്റീവ് സീസൺ. അവിടെ ഒരു മീനിങ് ഇല്ലായ്മ ഉണ്ടല്ലോ നീതു, ശ്രദ്ധിച്ചേ. ഹെഡ്വേ സാലറി പേയ്മെന്റ് മെയ്ഡോ? ഹെഡ്വേ സാലറി, അതായത് ഹെഡ്വേ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സാലറി പേയ്മെന്റ് മെയ്ഡ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ എന്താക്കി? ഹാപ്പി ഡ്യൂറിങ് ഫെസ്റ്റീവ് സീസൺ. എന്തോ വേണ്ട, അവിടെ എന്തോ വിട്ടുപോയി, അഡ്ജക്റ്റീവ് വിട്ടുപോയി. ഹെഡ്വേ സാലറി പേയ്മെന്റ് മെയ്ഡ് എംപ്ലോയീസ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഹെഡ്വേ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ മീനിങ് അഡ്വാൻസ് പേയ്മെന്റ് അല്ലേ. ആ അഡ്വാൻസ് പേയ്മെന്റ്, അഡ്വാൻസ് നല്ല അർത്ഥം. അഡ്വാൻസ് ചെയ്യുക, മുന്നോട്ട് പോവുക, പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ആ പ്രോഗ്രസ് എന്നാണ് അർത്ഥം, അഡ്വാൻസ്, ആ പ്രോഗ്രസ്. അപ്പോൾ ഇവിടെ ഹെഡ്വേ ഇൻ സാലറി പേയ്മെന്റ് എന്ന് കൊടുക്കാം. പ്രോഗ്രസ് ഇൻ സാലറി പേയ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ് ഇൻ സാലറി പേയ്മെന്റ്, ഡെവലപ്മെന്റ് ഇൻ സാലറി പേയ്മെന്റ്. അപ്പോൾ എന്ന് കൊടുക്കുക ഹെഡ്വേ ഇൻ സാലറി പേയ്മെന്റ് മെയ്ഡ് എംപ്ലോയീസ് ഹാപ്പി ഡ്യൂറിങ് ഫെസ്റ്റീവ് സീസൺ. ഓക്കെ, ഐ എം ട്രൈങ് ടു ലേൺ ടു ഡ്രൈവ്. ഓക്കെ, ഐ എം ട്രൈങ് ടു ലേൺ ടു ഡ്രൈവ് ബട്ട് ഐ എം നോട്ട് മേക്കിംഗ് മച്ച് ഹെഡ്വേ. ഓക്കെ, അഡ്വാൻസ് പ്രോഗ്രസ് ഉണ്ടാക്കുന്നില്ലെന്ന്. ഓക്കെ, കൊള്ളാം. He procured her dream job through her consistent hard work and perseverance. Yes, he procured his aim. Great. All right. അടുത്ത് നോക്കിയ അക്കോർഡ്. അക്കോർഡ് നമുക്കറിയാം. അക്കോർഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോൺകോർഡ് എന്നാണ് അർത്ഥം. അക്കോർഡ് എന്ന് പറഞ്ഞാൽ പാക്ട്, ട്രീറ്റി, അഗ്രിമെന്റ് എന്നൊക്കെ അർത്ഥം അക്കോർഡ് അല്ലെ. പാക്ട്, ട്രീറ്റി, അഗ്രിമെന്റ്, അതൊക്കെയാണ് അക്കോർഡ്. ഹാർമണി എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അക്കോർഡ് എന്ന് പറഞ്ഞാൽ ഹാർമണി, അഗ്രിമെന്റ്, പാക്ട്, ട്രീറ്റി എന്നൊക്കെ അർത്ഥം. അക്കോർഡിന്റെ അതേ മീനിങ് വരുന്ന ഒരു വാക്കാണ് കോൺകോർഡ് അല്ലേ. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് അതിനല്ലേ കോൺകോർഡ് എന്ന് പറയാ, നമ്മൾ പഠിച്ചല്ലേ കോൺകോർഡ്, സെയിം മീനിങ് ഉള്ള സാധനം. അപ്പൊ അതിന് വേർബ് ഫോർമുലേഷനും ഉണ്ട് അക്കോർഡിന്. ദാറ്റ് മീൻസ് ഗിവ് അല്ലെങ്കിൽ എഗ്രി ചെയ്യുക. എഗ്രിമെന്റ് ആകുമ്പോൾ ഓഫ് കോഴ്സ് എഗ്രി ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഗിവ് ചെയ്യുക, ഗ്രാൻഡ് ചെയ്യുക എന്നർത്ഥമുണ്ട് അക്കോർഡ്. ദ ഗവൺമെന്റ് അക്കോർഡഡ് എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുത്തു, ഗവൺമെന്റ് ഗ്രാൻഡ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലുണ്ട് അക്കോർഡ് കേട്ടോ. ഓർത്ത് വെച്ചോളാം. അടുത്ത സീസ് ഫയർ, കേട്ട് പരിചയമുള്ള വാക്കാണ്. നത്തിങ് ന്യൂ. സീസ് ഫയർ മീൻസ് ആമിസ്റ്റൈസ്, ട്രൂസ്, പീസ് അല്ലേ. തമ്മിലൊരു എന്താ പറയുക, പീസിൽ വരിക, ദാറ്റ് ഈസ് നിർത്തി വെക്കുക അല്ലെ. നമ്മളൊരു കാര്യം തൽക്കാലത്തേക്ക് സമാധാനത്തിൽ നിൽക്കുകയാണ്, ദാറ്റ് ഈസ് സീസ് ഫയർ. ആമിസ്റ്റൈസ്, ട്രൂസ് അല്ലെങ്കിൽ പീസ് എന്നർത്ഥം. ഓക്കെ, hard work always plays an important role in the headway of every individual. Yes. We ensure that our goods accord with modern standards. Agree with the land. That's right. Great. Okay.
മൂവിങ് ഓൺ, അടുത്തതിലോട്ട് പോവാം. ഇന്നെവിറ്റബിൾ ലൈഫിൽ അല്ലേ, നമ്മൾ പറയില്ലേ, ഞാൻ ഇന്നാണ് ഇന്നെവിറ്റബിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത്, അൺഅവോയ്ഡബിൾ, ഇന്നെസ്കേപ്പബിൾ അല്ലെങ്കിൽ സർട്ടൻ ആണെങ്കിൽ യു ക്യാൻ സേ ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ ഇൻ ലൈഫ് എന്ന് പറയത്തില്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന അതേ ഉള്ളൂ. ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ ഇൻ ലൈഫ്. മരണം എന്നുള്ളത് ലൈഫിൽ അൺഅവോയ്ഡബിൾ, ഇറ്റ് ഇസ് സർട്ടൻ, ഇറ്റ് ഇസ് ഇന്നെസ്കേപ്പബിൾ. ഓട്ടോറിക്ഷ വിളിച്ചാലും മരണം വരും. അപ്പോൾ എപ്പോഴാണ് മരണം വരുന്നതെന്ന് വെച്ചാൽ അതങ്ങ് വന്നോളൂ, ടൈമിൽ അതങ്ങ് വന്നോളൂ. ദാറ്റ് ഇസ് ഇന്നെവിറ്റബിൾ എന്ന് പറയാം അല്ലേ. അത് ഉറപ്പായിട്ടും വരുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഇന്നെവിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ആണ്, അല്ലെങ്കിൽ ഇന്നെസ്കേപ്പബിൾ ആണ്, ഓർ സർട്ടൻ ആണ് എന്നോർത്തുള്ള. ദാറ്റ് ഇസ് ഇന്നെവിറ്റബിൾ. ഓക്കെ, ലൈവിലുള്ളവരെല്ലാവരും ഒരു ലൈക്ക് അടിച്ചേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇന്ന് ആൾക്കാർ കുറവാണല്ലോ, എന്ത് പറ്റി? മൺഡേ ആയതുകൊണ്ടാണോ? ഉറക്കച്ചടവൊക്കെ കഴിഞ്ഞ് കാണില്ലായിരിക്കും, അതുകൊണ്ടാണോ? ഷെയർ ചെയ്തേ, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ, ആൻഡ് ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അടുത്തോട്ട് പോകാം. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, എവർലാസ്റ്റിംഗ്. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അനന്തതയിലേക്ക്. ദാറ്റ് ഈസ് വാട്ട് എറ്റേണിറ്റി. എറ്റേണിറ്റി മീൻസ് ഇൻഫിനിറ്റ് ടൈം, എവർ, പെർപെച്വിറ്റി എന്നൊക്കെയാണ് എറ്റേണിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. അറിയാവുന്ന വാക്കാണ്, ബട്ട് ഗിവിംഗ് യു എ വേർഡ്, എ ന്യൂ വേർഡ്. പെർപെച്വിറ്റി, ഇൻഫിനിറ്റ് ടൈം ഓർ എവർ എന്നാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത്. എറ്റേണൽസ് ഒക്കെ കേട്ടിട്ടില്ലേ, മൂവി ഇറങ്ങിയായിരുന്നു എറ്റേണൽസ് 2021. ബ്രീച്ച്, അടുത്തത് ബ്രീച്ച് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കും. ബ്രീച്ച് മീൻസ് വയലേഷൻ അല്ലെങ്കിൽ കോൺട്രവെൻഷൻ. വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ verb formulation. breach of contract കേട്ടിട്ടില്ല. അടുത്ത റെസ്പൈറ്റ് ഇസ് എ നൗൺ. റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റെസ്റ്റ്, ബ്രേക്ക്, ഇന്റർവെൽ, പോസ്. ഓക്കെ, റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, റെസ്റ്റ്, അല്ലെങ്കിൽ ഇന്റർവെൽ, അല്ലെങ്കിൽ ഒരു പോസ്. അതിനെയാണ് റെസ്പൈറ്റ് എന്ന് പറയാം. ലെറ്റ്സ് ടേക്ക് എ റെസ്പൈറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് സിസിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ എത്ര ഓർത്താൽ മതി. സിസിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓർത്തോണേ. നമ്മൾ പ്രഷർ കുക്കർ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ നമ്മൾ വെക്കുമല്ലോ, അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ ഒരു ഒച്ച വരില്ലേ, വിസ്ലിംഗ് സൗണ്ട് വരില്ലേ. വിസ്ലിംഗ് അല്ല, വിസ്ലിങ്ങും ആവിയും കൂടെ എല്ലാം കൂടെ കൂടി വരും അല്ലേ. അതിന് പ്രഷർ പൊന്തി കഴിയുമ്പോൾ അതിന് പ്രത്യേക ഒച്ച വരില്ലേ, ഒരു സൗണ്ട്, ഹിസിങ് സൗണ്ട്. അതിനെ സിസിൽ എന്ന് പറയും. ഇറ്റ്സ് സിസിൽ. ഓക്കെ, അതിനെ സിസിൽ എന്ന് പറയും. സിസിൽ. ഓക്കെ, സിസിൽ, ഹിസിങ് സൗണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെൻ സംതിങ് ഈസ് ബേൺ, ഒരു കാര്യം ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ ഹിസിങ് സൗണ്ടിന് നമുക്ക് എന്ത് പറയാം. അതായത് നമുക്ക് പറയാം, നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ, മുട്ടയൊക്കെ ഒഴുക്കി കഴിയുമ്പോൾ അത് പൊരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒരൊച്ച വരില്ലേ, അത്. അല്ലെങ്കിൽ മീൻ പൊരിക്കുമ്പോൾ വരുന്ന ഒച്ചയില്ലേ, അതിന് പറയാം. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്തോ, നിങ്ങൾ ഇഷ്ടമുള്ള ഫ്രൈ ചെയ്തോ, മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൈ ചെയ്തോ, അപ്പോൾ വരുമ്പോൾ അതിന് വരുന്ന ആ ഹിസിങ് സൗണ്ടിനെ നമ്മൾ പറയും സിസിൽ എന്ന് പറയും. വേർബായിട്ട് പറഞ്ഞാൽ ഇപ്പം ഇത് നിങ്ങൾ പറയുമ്പോൾ ഓർക്കണം, നമ്മൾ പൊരിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ. വേർബായിട്ട് പറഞ്ഞാൽ ഫ്രിസിൽ, അതേ സൗണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീയിലിട്ട് പൊരിക്കുമ്പോൾ അതിനിങ്ങനെ ഒച്ച വരില്ല, ആ ഒച്ചയ്ക്കാണ് ഫ്രിസിൽ എന്ന് പറയുക. ഫ്രിസിൽ ചെയ്യുക, തിളയ്ക്കുന്ന ഒരൊച്ച, തിളയ്ക്കുക അല്ലെങ്കിൽ പൊരിയുക എന്നൊക്കെ അർത്ഥം. ഇതെന്തിനാണ് വരുന്നത്? സിസിൽ നമ്മുടെ ഭൂമിൻ്റെ തിളയ്ക്കലിനെ പറ്റി. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റ്സും സിസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലേസിങ്, ഫ്ലെയിമിങ് എന്നൊക്കെ അർത്ഥമാണ് സിസിലിന് വേർബായിട്ട് കേട്ടോ. ബ്ലേസ് ചെയ്യുക, ഫ്ലെയിം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചേക്കുവാണ് സിസിൽ എന്ന വാക്ക്. വേർബ് ചെയ്യും കേട്ടെ, ഓർത്ത് വെച്ചോണേ. സിസിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്, ഓർത്ത് വെച്ചോണം. ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി മറന്നു പോയത് കേട്ടോ. സിസിൽ എന്ന വാക്ക് കേട്ടാൽ അയ്യോ മിസ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. സിസിൽ എന്ന വാക്ക്. ഓക്കെ, ഓക്കെ, അടുത്തിലോട്ട് പോവാം. വേണ്ട, അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സെൻറ്റൻസ് ഒന്ന് നോക്കട്ടെ, എന്നിട്ടേ പോകുന്നുള്ളൂ. യെസ്. We ensure that our goods accord with modern standard. പറഞ്ഞേ, continuous practice made me headway in exam, made me progress. Great. Okay, yeah. The meeting was ended up in the ceasefire. Okay, great. An accord was signed by the government of India and RBI. Okay, a huge headway among the backbenchers was noticed by the teacher. All right. Headway of education is an inevitable thing in headway society. In development society ആണോ അവിടെ in headway society വേണ്ട, വെറും society കൊടുത്താൽ മതി കേട്ടോ. headway എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ്നോ അഡ്വാൻസ്മെന്റിനോ അല്ലെങ്കിൽ എന്താ പറയും ഡെവലപ്മെന്റ് എന്ന് അർത്ഥം. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് എൻ ഇനെവിറ്റബിൾ തിങ് ഇൻ ദ സൊസൈറ്റി കേട്ടോ. ഇൻ എ പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ ഇൻ എ പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് കൊടുക്കും കേട്ടോ ഗുരുദോസേ. ഓക്കെ, അങ്ങനെ കൊടുക്കണേ. എ ജോയ്ഫുൾ ഹാർട്ട് ഇസ് ഇന്നെവിറ്റബിൾ is the inevitable result of a heart burning with love. Oh, that's great.
India has multifarious cultures and languages. No one can breach its ceasefire and harmony. It's ceasefire. ആ ceasefire അവിടെ ഇടരുത്. അവിടെ പീസ് തന്നെ കൊടുക്കണം. അവിടെ ceasefire കൊടുക്കരുത്. കാരണം അറിയോ, ceasefire എന്ന് പറഞ്ഞാൽ പീസിലെത്തുക, സമാധാനത്തിൽ എത്തിച്ചേരുക എന്നുള്ള അർത്ഥമല്ലേ. അത് നോർമലി ഒരു വഴക്കും വക്കാണോ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ceasefire എന്ന് പറയും. അല്ലാതെ അവിടെ നോർമലി അല്ലാതെ നമ്മൾ ഹാർമണി പീസ് എന്ന് പറയുന്നത് പീസ് അല്ലെങ്കിൽ ഹാർമണി തന്നെ കൊടുക്കണം കേട്ടോ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ലെറ്റർ വേണം നിർബന്ധം. യെസ്, മുഖ്യമാണ് ബിഗിലേ. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഇൻ മോഡൽ എക്സാംസ് ക്യാൻ മേക്ക് head pain or exam marks. Yes, accidents are the inevitable result of driving too fast. Yes, hard work is inevitable in the path towards success. Yes, teacher notices sizzle among the student during the exams. Okay, a sound ine pattiyanalle. The sizzling sound from the nearby workshop was causing trouble to my nap. Okay, updation is current affairs is inevitable for competitive exams. Yes, it is. Police breach the law. Okay, regular right kolla. She continued to work without respite. All right. He breached the rules and regulations of the company. Great. Music will live for all eternity. Okay. All eternity എന്ന് വേണ്ട, eternity പറഞ്ഞാൽ മതി. All ടൈമിൻ്റെ അർത്ഥമാണ്, all ടൈമിൻ്റെ അർത്ഥമാണ് eternity. അപ്പോൾ പിന്നെ all വേണ്ട, eternity എന്ന് പറഞ്ഞാൽ മതി. എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കോളും എന്നാണ്. അപ്പോൾ അവിടെ ഓളിൻ്റെ ആവശ്യമില്ല കേട്ടോ നിധി. അല്ലെങ്കിൽ all time എന്ന് പറഞ്ഞാൽ മതി. മ്യൂസിക് വിൽ ലിവ് ഫോർ all time. അതിന് പകരമാണ് നമ്മൾ eternity. all ടൈമിൻ്റെ മീനിങ് ആണ് all time എന്നാണ് ഇതിൻ്റെ അർത്ഥം, എറ്റേണിറ്റീൻ്റെ അർത്ഥം. അപ്പോൾ all time ഉണ്ട്, പിന്നെ എറ്റേണിറ്റിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓൾ വേണ്ട അവിടെ. ഓക്കെ. ദ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള is sizzling of high temperature. Yes, is sizzling with high temperature എന്ന് കൊടുത്തോട്ടോ. is sizzling with high temperature. He promised that he will love her for eternity and he breached it the very next day. Great. Mental health is inevitable part of our life. Yes, it is. God will live for all eternity. ഇപ്പോൾ നേരത്തെ പറഞ്ഞു all eternity പറയണ്ട, eternity എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദിവ്യ ഇപ്പം ഞാൻ പറഞ്ഞോളൂ അല്ലേ, all eternity വേണ്ട, വെറും eternity എന്ന് കൊടുത്താൽ മതി. When I reached City Hotel, I heard sizzle sound in backside it. In backside it പറയില്ല നിതിൻ, ഇങ്ങനെ പറയാം. When I reached City Hotel, I heard sizzle sound in from the backside എന്ന് കൊടുത്തോ. From the backside നിന്ന് എന്ന് പറയാം. From the backside പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇറ്റ് വേണമെങ്കിൽ from the backside of it. ഓഫ് വേണം, അല്ലാതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. From the backside of it അല്ലെങ്കിൽ from the backside അത് മതി. Yes, wearing helmet during driving is inevitable. Yes. Bearing helmet alla, wearing helmet, wearing WEAR Aditya. Wearing helmet during driving is inevitable. Bearing alla. Respite after every 30 minutes of studying will lead to more productivity. Yes, ശരിയാട്ടോ. 30 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് അല്ലേ. നമ്മുടെ വർക്ക് കപ്പാസിറ്റി കൂടുന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് റൈറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ലാസ്റ്റ് സെറ്റ് ആണ്. ഇന്ന് കുറച്ച് ഇഡിയം ഞാൻ പറയും, കുറച്ച് വേർഡ്സുകളൊന്നും അല്ലേ. സേറിങ്. ഓക്കെ, ഇറ്റ്സ് സിയറിങ്. സിയറിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ അറിയോ? സിയറിങ് ഇസ് അഡ്ജക്റ്റീവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിയറിങ് മീൻസ് ഇൻറ്റൻസ്, സ്കോച്ചിങ്, ബ്ലിസ്റ്ററിങ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലെയിമിംഗ് ആണ്, തിളച്ചോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് സ്കോച്ചിങ് ഹീറ്റ്. ബ്ലിസ്റ്ററിങ് ആണ്, ഫ്ലെയിമിംഗ് ആണ്, ഒന്ന് തിളച്ച് അത്ര ചൂടാണ്. അതിനെ പറ്റിയാണ് പറയുന്നത്. സേറിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, സേറിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻറ്റൻസ് ആയിട്ടുള്ള. പിന്നെ ഇൻറ്റൻസ് എന്ന് അർത്ഥമില്ല, ഇൻറ്റൻസ് ഈ സേറിങ് എന്ന് പറയുന്ന ഓർത്തോണേ അത് ഹീറ്റ് റിലേറ്റഡാണ്, ചുട്ടുപൊള്ളുന്ന എന്നുള്ള അർത്ഥത്തില്ല. അല്ലെങ്കിൽ സേറിങ്ങിന് വേറെ അർത്ഥമുണ്ട്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, കുറച്ച് കൂടിയ ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള എന്നൊരർത്ഥവും ഇതിനുണ്ട്. ഫിയേഴ്സ്, ഇൻറ്റൻസ് എന്നൊക്കെ അർത്ഥവും കൂടി ഇതിനുണ്ട് സേറിങ്ങിന്. ഓർത്തോണം കേട്ടോ, അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അടുത്ത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ബോൾസ്റ്റർ. ശനിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ബോൾസ്റ്റർ. ബോൾസ്റ്റർ മീൻസ് സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക. അതേപോലെ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് ബട്രസ് ചെയ്യുക അല്ലേ. ബട്രസ് സ്ട്രെങ്തൻ ചെയ്യാൻ തന്നെയല്ല അർത്ഥം. അതുപോലെ ബെയറിംഗ്. ഇപ്പൊ കണ്ടില്ലേ ബെയറിംഗ്. ബെയറിംഗ് ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ബെയറി എന്നുള്ളതിനല്ലാതെ ബെയറിംഗ് എന്നൊരു നൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഹിസ് ബെയറിംഗ് ഇസ് റോങ്. അവന്റെ പോസ്റ്റർ റോങ്, അവന്റെ പോസ്റ്റർ ശരിയല്ല കേട്ടോ. ദ വേ ഓഫ് എ പേഴ്സൺസ് വേ ഓഫ് വാക്കിംഗ് അല്ലെങ്കിൽ മൂവിങ്, ഒരാളുടെ നടക്കുന്നതിൻ്റെ ആ മൂവ്മെന്റോ, നടക്കുന്ന മൂവ്മെന്റോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാൻഡിങ് പൊസിഷനോ, അതിന് നമുക്ക് പറയാൻ പറ്റും ബെയറിംഗ് എന്ന് പറയാൻ പറ്റും ഒരർത്ഥം. അല്ലാത്ത അർത്ഥം എന്താ? ബെയറിംഗ് മീൻസ് റിലേഷൻ, കണക്ഷൻ, റെലവൻസ്, അപ്രോപ്രിയേറ്റ്നെസ്. അതിനാണ് റെലവൻസ് പറയുന്നത്. അപ്രോപ്രിയേറ്റ്നെസ്, സിഗ്നിഫിക്കൻസ് ഒക്കെ കേട്ടോ. ഓർത്തോണേ, റിലേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം കണക്ഷൻ എന്ന് പറയാം.
ബെയറിംഗ് ബിറ്റ്വീൻ ദ ടു, അത് തമ്മിലുള്ള റിലവൻസ്, അവ തമ്മിലുള്ള സിഗ്നിഫിക്കൻസ്, അവ തമ്മിലുള്ള റിലേഷൻ എനിക്ക് മനസ്സിലാവുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ബെയറിംഗ് ബിറ്റ്വീൻ ദ ടു. ഇവരുണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസ് ഈസ് ഡിഫറെൻ്റ് അല്ല ഇവിടെ വേണ്ടത്. നമുക്ക് വേണ്ടത് ബെയറിംഗ് മീൻസ് കണക്ഷൻ. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ബെയറിംഗ് ബിറ്റ്വീൻ ദ ടു. രണ്ടും തമ്മിലുള്ള ആ കണക്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബെയറിംഗ് ബിറ്റ്വീൻ ദ ടു. കാരണം ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നല്ല, നിങ്ങൾ വായിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, ചൂടിനെ പറ്റി നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ മഴയെപ്പറ്റിയും പ്രിസിപ്പിറ്റേറ്ററി റെയിൻഫോളിനെ പറ്റിയുള്ളൊരു ഡിസ്കഷനെ പറ്റി വരുമ്പോൾ പറയും. ദ ബെയറിംഗ് ഓഫ് ഇത് ഈസ് വെരി ലിറ്റിൽ, വളരെ ലിമിറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. അത് നമ്മൾ വലിയ കണക്ഷൻ ഒന്നുമില്ല, എന്നാൽ ചെറിയ കണക്ഷൻ ഉണ്ട് താനും എന്ന് നിങ്ങൾ കാണും. സോ ദാറ്റ് ഈസ് ബെയറിംഗ്. ഓർത്ത് വെച്ചോണേ. Yes, Rocky Bhai nevertheless breached the contract. Everyone has excess of fear for respite his contract. Okay, Rocky Bhai nevertheless breached എന്നിട്ടും breach the contract. Okay, breach ആണ്. അപ്പോൾ എന്താ പറയുക, breached. അപ്പോൾ എന്ത് കൊടുക്കണം, breached കൊടുക്കുക. കേട്ടോ ദീപക്കെ, ബ്രീച്ച് എന്നതിൻ്റെ കൂടെ ബ്രീച്ച്ഡ് കൊടുക്കാൻ കാരണം എന്താ, റോക്കി ബായ് ആണ് സബ്ജക്ട്, സിംഗുലർ അല്ലേ. സിംഗുലറിനോട് ഒന്നെങ്കിൽ സിംഗുലർ സബ്ജക്ട് സിംഗുലർ വേർബ് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്താൽ മതി. അപ്പോൾ ബ്രീച്ച്ഡ് കൊടുക്കുക, ബ്രീച്ച്ഡ് ദ കോൺട്രാക്ട്. ഓക്കെ, അല്ലെങ്കിൽ ബ്രീച്ചസ് ദ കോൺട്രാക്ട് കൊടുത്തു, അതും കുഴപ്പമില്ല. എവ്രി ഹാസ് എക്സസ് ഓഫ് ഫിയർ. ഓക്കെ, എക്സസ് ഓഫ് ഫിയർ ക്ലിയർ. ഫോർ റെസ്പൈറ്റ്, റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബ്രേക്ക്. ഫോർ റെസ്പൈറ്റ് ഹിസ് കോൺട്രാക്ട് അല്ല, ഫോർ ബ്രേക്കിംഗ് ഹിസ് കോൺട്രാക്ട്. അങ്ങേരുടെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാൻ അങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ, ബ്രേക്ക് ടൈം ഇന്റർവെൽ ഇല്ല, അതാണ്. അല്ല, ഇവിടെ റെസ്പൈറ്റ് കറക്റ്റ് അല്ല, ബ്രേക്കിംഗ് ഹിസ് കോൺട്രാക്ട് അല്ല, ബ്രീച്ചിങ് ഹിസ് കോൺട്രാക്ട്, വയലേറ്റിംഗ് ഹിസ് കോൺട്രാക്ട് എന്ന് ഓർത്തു. Okay, breached position of my baby during the pregnancy led to complications of delivery of the baby. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുക, ലെഡ്, LED ലെഡ്, LEAD വരുമ്പോൾ അത് ലീഡാണ്. ലീഡ് സിംഗുലർ അല്ല, പ്ലൂറൽ, പ്രസന്റിൽ പ്ലൂറൽ വേർബാ ലീഡ്. ലെഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാണ് ശ്രീദേവി. ബ്രീച്ച്ഡ് പൊസിഷൻ ഓഫ് മൈ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി ലെഡ് to complications of delivery of the baby. Okay, respite between environmental disaster has shrunk day by day. Break between environmental disasters, break between disasters alle adalle vende, break between environmental disasters has shrunk day by day. Keto, has shrinked, contracted ഒക്കെ പറയാം. Okay, respite, break between, interval between അല്ലെ, gap between, pause between. Yes, has shrinked day by day. റെസ്പൈറ്റ് ആണ് സബ്ജക്റ്റ്. അവിടെ ഡിസാസ്റ്റേഴ്സ് കൊടുത്തോ, സബ്ജക്റ്റ് റെസ്പൈറ്റ്, പ്രശ്നമൊന്നുമില്ല. യങ് പീപ്പിൾ ആർ ബെയറിംഗ് ദ ബ്രണ്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ബെയറിംഗ് ദ ബ്രണ്ട്. ഓക്കെ, യെസ്, ഗ്രേറ്റ്. യങ് പീപ്പിൾ ആർ ബെയറിംഗ് ദ ബ്രണ്ട്. യെസ്, അത് ബെയറിംഗ് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന മറ്റേ ബെയറിംഗ്, ടോളറേറ്റിംഗ്. ബെയർ എന്ന വാക്ക് അല്ലേ, ബെയർ എന്ന വാക്ക് നിങ്ങൾക്കറിയാം, കരടി എന്നല്ലാതെ ബെയറിന്റെ വേറൊരു അർത്ഥമുണ്ട് അല്ലേ, ബെയറിന്റെ വേറൊരു അർത്ഥമുണ്ട്, ടോളറേറ്റ് ചെയ്യുക. വേർബ് അർത്ഥം. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ദേ ഓൾവേസ് bolster him. ഓക്കെ, ഇൻ മന്ത് ഓഫ് മെയ് ഇന്ത്യ വിൽ ഗോയിങ് ടു അല്ല, സ്റ്റിയറിംഗ് ഹോട്ട്, വിൽ ബി ഗോയിങ് ടു എന്ന് കൊടുക്കുക കേട്ടോ. ഇന്ത്യ വിൽ ബി ഗോയിങ് ടു സ്റ്റിയറിംഗ് ഹോട്ട് കറക്റ്റ് ആണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഗോയിങ് ടു എന്ത്, going to suffer searing hot അങ്ങനെ കൊടുക്കണം കേട്ടോ. നിതിൻ ശ്രദ്ധിച്ചോ, ഞാൻ ചെറുതായിട്ട് മാറ്റി തരാം. ഇൻ മന്ത് ഓഫ് മെയ്, ഇന്ത്യ വിൽ ബി ഗോയിങ് ടു സഫർ സിയറിംഗ് ഹോട്ട്. ഇന്ത്യ വിൽ ബി ഗോയിങ് ടു സഫർ സിയറിംഗ് ഹോട്ട്. ഓക്കെ, സിയറിംഗ് ഹോട്ടും പറ്റില്ല, സിയറിംഗ് ഹീറ്റ്. കാരണം ഹോട്ട് ഈസ് അഡ്ജക്റ്റീവ്, നമുക്ക് വേണ്ട നൗണാ, ഹോട്ട് അല്ല, ഹീറ്റാണ്. ചൂട് എന്ന് പറയുന്നത് ഹീറ്റാണ്, നൗണ് കേട്ടോ. In the month of May, India will be going to suffer searing heat. The presence of the woman who made a searing irritation in her, but the good bearing with her friends gave bolster to her from lashing out. Okay, right. We should bolster youths who are youths. Youth madi. Youth is a community. Youths alla, youth കേട്ടോ, കമ്മ്യൂണിറ്റി ആണ്. റിച്ച് എന്ന് പറയുള്ളൂ, പൂർ എന്ന കമ്മ്യൂണിറ്റി പറയും, നമ്മൾ ഒരിക്കലും പറയും റിച്ചസ് എന്ന് പറയില്ലോ. സോ അതുപോലെ യൂത്ത്, വി ഷുഡ് ബോൾസർ യൂത്ത് ഹു ആർ ട്രൈങ് ടു സ്റ്റാർട്ട് ന്യൂ ഇന്നോവേഷൻസ്. ഗ്രേറ്റ്. പില്ലേഴ്സ് ബോൾസർ ദ റൂഫ്. യെസ്, her searing desire achieved the goal so that she could bolster her family. Great. People sometimes see the bearing of acting persons. അല്ല, പേഴ്സൺസ് തന്നെ, പക്ഷെ അപ്പസ്ട്രോഫി വേണ്ട കേട്ടോ. വിദ്യ,
കാരണം നമ്മൾ പേഴ്സണിൻ്റെ ആൾക്കാരുടെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, പേഴ്സൺസ് ആൾക്കാർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓക്കെ. മൂവിങ് ഓൺ ടു അവർ ആർട്ടിക്കിളിലോട്ട് പോകാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ വൊക്കാബൊക്കെ മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇടണേ, മറക്കരുതേ. ഡ്രിങ്കിങ് എ കപ്പ് ഓഫ് മിൽക്ക് എവറി ഡേ ബ്ലിസ്റ്റർ ഹെർ ഹെൽത്ത് അല്ല, ബോൾസ്റ്റർ ഹെർ ഹെൽത്ത്. ബോൾസ്റ്റർ ഹെർ ഹെൽത്ത് മറക്കരുത്. ബ്ലിസ്റ്റർ ഇസ് ഡിഫറെൻറ്റ്, ബോൾസ്റ്റർ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമുക്ക് 2 നോട്ടിഫിക്കേഷൻസ് കൂടെ വരാനിരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം വരെയും എക്സാം സമയമുണ്ട്. പക്ഷേ താമസിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് വിതൗട്ട് എ ഗൈഡൻസ് നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഉഴപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വാസ്റ്റ് സിലബസ്, യു കെ നോട്ട് കോപ്പ് വിത്ത് ഇറ്റ്. വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. സൺഡേസിൽ മാത്രം ക്ലാസ്സിൽ 2 ക്ലാസ്സേ ഉള്ളൂ. 2-1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സേ ഉള്ളൂ. പയ്യെ നമുക്ക് പഠിച്ച് പോകാം. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സിനെ ശല്യപ്പെടുത്തി ഡൗട്ടൊക്കെ ചോദിച്ച് പഠിച്ചു കേട്ടോ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യുന്നവർ പെട്ടെന്ന് ചടപടയും ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കോഡ് മറക്കണ്ട, Y314 Y314. അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇന്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9-ാം തീയതി ഒഫീഷ്യലായിട്ട് കുട്ടികളുടെ ഇന്റർവ്യൂ തുടങ്ങും അല്ലേ, നിങ്ങൾക്കറിയാം. 9-ാം തീയതി മുതൽ അടുത്ത ജൂൺ 18 വരെയൊക്കെ ഡേറ്റ് വന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ബാച്ചിൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഇന്റർവ്യൂ അസിസ്റ്റൻസ് തരണം. അതിൽ ബോഡി ലാംഗ്വേജ്, ബേസിക് എറ്റിക്വെറ്റ്സ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന 10 സെഷൻസ് പ്ലസ് നിങ്ങൾക്കൊരു 1-on-1 മോക്ക് ഇന്റർവ്യൂ സെഷൻ സൂം വഴി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ക്ലാസ്സുകൾ 7 മണി മുതൽ 8 മണി വരെയും 9 മുതൽ 10 വരെ ഉണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും ഇല്ല, 3 ദിവസമേ ഉള്ളൂ എക്സ്ട്രാ ഒരു ക്ലാസ് 7 മണിക്ക് കൂടെ വരുന്നത് കേട്ടോ. എല്ലാ ദിവസങ്ങളും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുവിടാം, പ്രോബ്ലം ഒന്നുമില്ല, നല്ല ഉഷാറായിട്ട് പോകും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കേട്ടോ. 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡ് വീഡിയോസും അവൈലബിൾ ആണ്. ഡൗട്ട് ഉണ്ട് ചോദിച്ചും പോകാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എൻഡിങ് AFSPA പയ്യെ നമ്മൾ എൻഡ് ചെയ്യാൻ പോകും. AFSPA എൻഡ് ചെയ്യാൻ പോകണം. സ്പെഷ്യൽ പ്രൊവിഷൻ നമ്മൾ എൻഡ് ചെയ്യാൻ പോകണം. ദ റേസ് ടുക്ക് പ്ലേസ് ഇൻ ദ സിയറിംഗ് ഹീറ്റ്. ഓക്കെ. ദർ ആർ മെനി പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഹു ഹാവ് മൾട്ടിഫേരിയസ് ടാലൻസ്. യെസ്, ഗ്രേറ്റ്. അപ്പം നമുക്ക് എന്തായാലും പോവാം, ആർട്ടിക്കിളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ AFSPA എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ലെറ്റ്സ് സീ. AFSPA ഷുഡ് ഗോ എൻറ്റയർലി ബിക്കോസ് ഓഫ് ദി ഇംപ്യൂണിറ്റി ഇറ്റ് ഓഫേഴ്സ് ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സിന് ഓഫർ ചെയ്യുന്ന ഇമ്പ്യൂണിറ്റി, എക്സംഷൻ കാരണം അതെന്ത് ചെയ്യണം, എൻ്റയറായിട്ട് മുഴുവനായിട്ട് AFSPA നമ്മൾ എൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓതറിൻ്റെ താല്പര്യമാണ്. AFSPA ആംഡ് ഫോഴ്സസിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് അതിനെയാണല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ആണ്. നമുക്കതിനെപ്പറ്റി വായിക്കാം. അപ്പോൾ AFSPA നിർത്തലാക്കണം. കാരണം അത് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കുകയാണ് ആംഡ് ഫോഴ്സസിന്. അത് നിർത്തലാക്കണം എന്നാണ് പറയുന്നത്. അത് എൻഡ് ചെയ്യണം. ലെറ്റ്സ് സീ. Reading newspaper at least 1 hour in every day can bolster the vocabulary. അത് കറക്റ്റാണ്. ഇൻ എവറി ഡേ വേണ്ട എവറി ഡേ കേട്ടോ. ഇൻ എവറി ഡേ വേണ്ട എവറി ഡേ മതി കേട്ടോ. ഓക്കെ. അതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ അഡ്വേർബിന് മുമ്പിൽ ഒരിക്കലും നമ്മൾ എന്തൊട്ട് കൊടുക്കില്ല, നമ്മുടെ പ്രിപ്പോസിഷൻ ഇട്ട് കൊടുക്കില്ല. ഒന്ന് ശ്രദ്ധിച്ചോണം. It augurs well for the future that Prime Minister Narendra Modi has given the first authentic indication that the operation of Armed Forces Special Powers Act AFSPA may come to an end in the whole of the northeastern region if ongoing efforts to normalize the situation bear fruit. Mr. Modi's remark that a good deal of work is being done in the direction not only in Assam but also Nagaland and Manipur may be rooted in his keenness to demonstrate the level of അപ്പോൾ ഇറ്റ് ബോഡ്സ് വെൽ, അത് നല്ല ഇൻഡിക്കേഷൻ ആണ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് നമുക്ക് ഫോർസി ചെയ്യാണ് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി. എപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ഒതന്റിക് ആയ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നു, കൃത്യമായിട്ട് ഒതന്റിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം. അതേട്ടാ പറയുന്നത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് AFSPA, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ മേ കം ടു ആൻ എൻഡ് എന്ന് അദ്ദേഹം ഒതന്റിക് ആയിട്ട് വളരെ ഇൻഡിക്കേറ്റ് ചെയ്ത് പുറത്തു പറഞ്ഞു. ഇങ്ങനെ അത് നിർത്തലാക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എവിടെ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, നിങ്ങൾക്ക് അറിയാലോ ഇത് നടക്കുന്ന എവിടെയാ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് AFSPA ഉള്ളത്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ AFSPA നമ്മൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മേ ഇഫ് ഓൺ ഗോയിങ് എഫേർട്സ് എങ്ങനെയാണ് മേ കം ടു എൻ എൻഡ് പ്രൊവൈഡഡ്, എന്താ നമ്മുടെ കണ്ടീഷൻ എന്താ, ഇപ്പോഴത്തെ എഫേർട്ട് ഓൺ ഗോയിങ് എഫേർട്സ് നോർമലൈസ് ചെയ്യാനുള്ള ഓൺ ഗോയിങ് എഫേർട്ട് അത് ഫലമണിഞ്ഞാൽ നമ്മളത് നിർത്തലാക്കും. അപ്പോൾ മോദിയുടെ റിമാർക്ക് ഇതായിരുന്നു, വളരെ ഗുഡ് ഡീൽ ഓഫ് വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അസംബ്ലി മാത്രമല്ല
നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അത് അവരുടെ കീൻനെസ് ആണ്, അവരുടെ വില്ലിംഗ്നെസ്, റെഡിനെസ് ടു ഡിമോൺസ്ട്രേറ്റ്. അത് അദ്ദേഹം കാണിച്ചു തരുന്ന അദ്ദേഹത്തിന്റെ റെഡിനെസ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. വി ആർ റെഡി ടു ഡിമോൺസ്ട്രേറ്റ് ദ ലെവൽ ഓഫ് പ്രോഗ്രസ് അച്ചീവ്ഡ് ഇൻ ദ റീജിയൻ അണ്ടർ ദിസ് ഹിസ് റെഷീം. ഞങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയ പ്രോഗ്രസ്, ഞങ്ങൾ കൊണ്ടുവന്ന പ്രോഗ്രസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള റെഡിനെസ് ആണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ നമുക്ക് കറക്റ്റായിട്ട് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുക. ബട്ട് ഇറ്റ് വിൽ ബ്രിങ് ഇമെൻസ് റിലീഫ് ടു ദി സിറ്റിസൺസ് നെവർത്ത്ലെസ്. പക്ഷെ ഒരു ഗുണമുണ്ട്, ഇത് സിറ്റിസൺസിന് വളരെ ഒരു നല്ല ഗുണമായിരിക്കുന്ന കാര്യമായിരിക്കും. കാരണം എന്താ, സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അതൊരുപാട് ഇമ്മൻസ് ആയിട്ടുള്ള ഒരുപാട് അല്ലേ, ഇമ്മൻസ് പറഞ്ഞാൽ ഒരുപാട് എക്സസീവ് എക്സ്ട്രീം ഒരുപാട് ഗുണം നമ്മുടെ സിറ്റിസൺസിന് ചെയ്യും, ഒരുപാട് റിലീഫ് അവരിലോട്ട് എത്തിക്കും. ഏരിയാസ് നോട്ടിഫൈസ് ദാറ്റ് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് അണ്ടർ AFSPA. കുറേ ഏരിയാസിനെ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആയിട്ട് കണക്ക് വെച്ചിരുന്നു. അണ്ടർ AFSPA have been progressively reduced in the last few years, mainly due to the improvement in the security situation. സെക്യൂരിറ്റി സിറ്റുവേഷനിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടൊക്കെ സെക്യൂരിറ്റി കാരണമാണല്ലോ ഇത് ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് വെച്ചത്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ സെക്യൂരിറ്റി സിസ്റ്റം കുറച്ചുകൂടെ സെറ്റായി ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രസീവ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്റ്റർബ്ഡ് ഏരിയാസ് എന്ന ടൈറ്റിലോട് മുദ്ര കുത്തപ്പെട്ടിരുന്ന വെച്ചിരുന്ന ഏരിയ ഉണ്ടല്ലോ, അവയൊക്കെ ആ ലിസ്റ്റിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം അവിടുത്തെ സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റൻ ചെയ്തു, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഇനി അവയെ ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മുദ്ര കുത്തേണ്ട കാര്യമില്ല. About a month ago, the Union Home Ministry reduced such notified areas considerably in Assam, Nagaland and Manipur. ഒരു മാസം മുമ്പ് യൂണിയൻ മിനിസ്റ്റർ തന്നെ ഈ ഏരിയാസിനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അസമിൽ, നാഗാലാൻഡിൽ, അതുപോലെ മണിപ്പൂരിൽ. There was a substantial reduction in Assam, where AFSPA was removed entirely in 23 districts and partially in 1. 23 ഡിസ്ട്രിക്ട്സ്, അസമിലെ 23 ഡിസ്ട്രിക്റ്റിൽ നിന്ന് AFSPA എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് പാർഷ്യലായിട്ട് ഒരു സ്ഥലത്ത് 23 ഡിസ്ട്രിക്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർഷ്യലായിട്ട് പകുതിയായിട്ട് ഒരു സ്ഥലത്തു നിന്നും ഒരിടത്തു നിന്ന് മാത്രം പാർഷ്യലായിട്ട് റിമൂവ് ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ വ്യത്യാസം. നാഗാലാൻഡിൽ എടുക്കുകയാണെങ്കിൽ നാഗാലാൻഡ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ലോ ഫ്രം 15 പോലീസ് സ്റ്റേഷൻസ് ഇൻ 7 ഡിസ്ട്രിക്ട്സ്, 7 ഡിസ്ട്രിക്ട്സിലെ 15 പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ ലോ റിമൂവ് ചെയ്തിട്ടുണ്ട്, AFSPA റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് റിമെയിൻസ് ഇൻ ഏരിയാസ് അണ്ടർ 57 പോലീസ് സ്റ്റേഷൻസ്. 57 പോലീസ് സ്റ്റേഷൻസിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഇവ. അതിലെ 15 പോലീസ് സ്റ്റേഷൻസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് അക്രോസ് 13 ഡിസ്ട്രിക്ട്, 13 ഡിസ്ട്രിക്ട്സിലുള്ള 57 പോലീസ് സ്റ്റേഷൻസിന്റെ കീഴിൽ വരും ഈ ഒരു ഏരിയ ഒക്കെ കേട്ടോ. ഏരിയാസ് അണ്ടർ 82 പോലീസ് സ്റ്റേഷൻസ് ആർ സ്റ്റിൽ നോട്ടിഫൈഡ് അണ്ടർ ദി ആക്ട് ഇൻ മണിപ്പൂർ. മണിപ്പൂരിൽ പക്ഷേ ഇപ്പോഴും 82 പോലീസ് സ്റ്റേഷൻസ് ഉണ്ട് ഈ നോട്ടിഫൈഡ് ഏരിയാസിന്റെ കീഴിൽ വരുന്നത്. ഈവൻ ദോ 15 പോലീസ് സ്റ്റേഷൻസ് ഏരിയാസ് വർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ നോട്ടിഫിക്കേഷൻസ് ഫ്രം April 1st ആയപ്പോൾ 15 പോലീസ് സ്റ്റേഷൻ അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Mr. Modi, who spoke at a Peace, Unity and Development rally, Peace, Unity, Development, സമാധാനം, ഐക്യം ആൻഡ് പ്രോഗ്രസ്, മുന്നേറ്റം, അതിനുവേണ്ടി ഒരു റാലി നടത്തിയിരുന്നു ഇൻ ഡിപ്പു ഇൻ അസം last week, cited better administration and return of peace as the reasons of the removal of AFSPA in these areas in a region that has seen insurgencies for decades. വർഷങ്ങളായിട്ട് AFSPA ഉണ്ടായിരുന്നത് കൊണ്ടും ഈ ഏരിയ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഒരുപാട് ഡിസ്റ്റർബ് സിറ്റുവേഷൻസ് ആയിരുന്നു, ആകപ്പാടെ ഇൻസർജൻസി ആയിരുന്നു. ആൾക്കാർക്ക് ജീവിതം വളരെ മടുത്തിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റേൺ ഏരിയ ഒരുപാട് കലഹമുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെയുള്ള ഏരിയയിൽ യൂണിറ്റിയെ പറ്റിയും പീസിനെ പറ്റിയും ഡെവലപ്മെന്റിനെ പറ്റിയും പറയാൻ വേണ്ടി അസമിലെ ദിപ്പുവില് കഴിഞ്ഞ വീക്കിൽ ഒരു റാലി നടത്തിയിരുന്നു. അതിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞാണ് ബെറ്റർ അഡ്മിനിസ്ട്രേഷനും റിട്ടേൺ ഓഫ് പീസുമാണ്, നല്ല അഡ്മിനിസ്ട്രേഷനും നല്ല ഭരണവും അതുപോലെ തന്നെ പീസ് സമാധാനത്തിന്റെ തിരിച്ചുവരവും, അത് രണ്ടുമാണ് ഇതിന്റെ റീസൺസ് ആയിട്ട്. ഇത് രണ്ടും കാരണമാണ് നമ്മളിത് ഒഴിവാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, AFSPA was revoked in Tripura in 2015 and in Meghalaya അപ്പോൾ ത്രിപുരയിൽ AFSPA റിവോക്ക് ചെയ്തു, ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് 2015 ആയപ്പോൾ ത്രിപുരയിൽ അത് വേണ്ടാന്ന് വെച്ചു, നമ്മൾ ക്യാൻസൽ ചെയ്തായിരുന്നു AFSPA. മേഘാലയയിൽ ഏത് വർഷമാണ് ക്യാൻസൽ ചെയ്തത്? ഇൻ 2018. മേഘാലയയിൽ 2018 അത് ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ ഓർത്താൽ മതി, AFSPA പ്രൊവിഷൻ എടുത്ത് മാറ്റി ത്രിപുരയിൽ 2015, മേഘാലയയിൽ 2018. ഇതൊക്കെ ആണ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾ ഓർത്താൽ മതി, ഇത് നിങ്ങൾക്ക് വേണ്ടതാ. ഇറ്റ് ഈസ് നോട്ട് അൺഫോർസീബിൾ that other states will also be excluded from its purview at some point of time. അപ്പോൾ അത് അൺഫോർസിബിൾ ഒന്നുമല്ല, അത് മുൻകൂട്ടി കാണാതിരിക്കാൻ നമ്മൾ പൊട്ടന്മാരൊന്നുമില്ല, നമുക്ക് മനസ്സിലാകും. അപ്പോൾ 2015 ത്രിപുരയിലെ എടുത്ത് മാറ്റി, 2018 ഇപ്പോൾ മേഘാലയ എടുത്ത് മാറ്റിയെങ്കിൽ പയ്യെ അസമിലെ നാഗാലാൻഡിലെ ഏരിയയിലൊക്കെ പയ്യെ മാറ്റി വരും നമുക്ക് മനസ്സിലാവും. ഈ അധികാര പരിധിയിൽ നിന്ന് പയ്യെ ഇത് മാറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. It is convenient to link the exclusion of an area from AFSPA's purview with reduction in violence by armed forces.
ഓർത്തോണം. അപ്പോൾ ഓർക്ക് ഇത് വളരെ കൺവീനിയന്റ് ആണ്, ലിങ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ AFSP നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ, പെർവ്യൂവിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ, വിത്ത് റിഡക്ഷൻ ഓഫ് വയലൻസ് ബൈ ദ ആംഡ് ഫോഴ്സസിന്റെ വയലൻസിലെ റിഡക്ഷൻ കാണാൻ പറ്റും. അത് ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു FSP എടുത്ത് മാറ്റുമ്പോൾ. കാരണം അവർക്കാണല്ലോ സ്പെഷ്യൽ പവർ കൊടുക്കുന്നത്. ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവർ കൊടുക്കുകയാണല്ലോ ചെയ്യുന്ന ഈ ആക്ടിൽ. അപ്പൊ അവരെന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അത് അവരുടെ സെക്യൂരിറ്റി റീസൺ കൊണ്ടാണെന്ന് പറഞ്ഞ് അവർക്കൊരു ഇതായിരുന്നു, അവർക്കൊരു സ്പെഷ്യൽ പവർ കൊടുക്കുമായിരുന്നു. അതിനെ എടുത്ത് മാറ്റി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വയലൻസിന് ഒരു പരിധി കുറയും. ഓക്കെ, സോ ഇംപ്രൂവ്മെന്റ് ഇൻ സെക്യൂരിറ്റി സിറ്റുവേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ഡെവലപ്മെന്റ്. അപ്പൊ വയലൻസ് കുറയും, സെക്യൂരിറ്റി സിറ്റുവേഷൻ അവർ ടൈറ്റൻ ആക്കും. അത് സെക്യൂരിറ്റി അല്ലെ, ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് പറഞ്ഞ ആൾക്കാരെ ഉപദ്രവിക്കാതെ അവർക്കത് സെക്യൂർ ആക്കിയാൽ പോരെ. ആൻഡ് ഇൻക്രീസ് ഇൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനും ഇൻക്രീസ് കാണാൻ പറ്റും ഇനി. ഓക്കെ, but what is important is the recognition that the law created an atmosphere is impunity and led to the commission of excesses and atrocities. പക്ഷെ അവിടെ നടന്നത് എന്തായിരുന്നു? അതാണ് റിഡക്ഷൻ പറഞ്ഞ് നമുക്ക് ഇതൊക്കെയാണ് ഗുണങ്ങൾ വരുന്നത്. പക്ഷെ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ് വരേണ്ടത്. പക്ഷെ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? ഒരു ഇമ്പ്യൂണിറ്റി കൊടുക്കും, ഇവർക്ക് എക്സംഷൻ കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇവർക്ക് മാത്രമെല്ലാം എക്സസാ, അഡീഷണൽ കാര്യങ്ങൾ, ബെനിഫിറ്റ്സ് ആൻഡ് അട്രോസിറ്റീസ്. വളരെ വല്ലാത്ത ബ്രൂട്ടാലിറ്റി ആയിരുന്നു അവിടെ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ നടന്നുകൊടുന്നത്. It was hardly 4 months ago 15 civilians, ഓർമ്മ ഉണ്ടാവും, നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. It was hardly 4 months ago, 4 മാസം തികഞ്ഞിട്ടില്ല. 15 civilians were killed in Mon district in Nagaland. 15 സിവിലിയൻസിനെ കൊന്നായിരുന്നു മോൺ ഡിസ്ട്രിക്റ്റിൽ, നാഗാലാൻഡിൽ. ഓക്കെ, ഇൻ എ ബോച്ച്ഡ് മിലിറ്ററി ഓപ്പറേഷൻ. ബോച്ച്ഡ് നമ്മൾ പറഞ്ഞു, ബോച്ച്ഡ് വരും എന്ന് പറഞ്ഞില്ലേ ഞാൻ, ബോച്ച്ഡ് പറഞ്ഞിരുന്നല്ലേ, മിസ് ഹാൻഡിൽഡ് മിലിറ്ററി ഓപ്പറേഷൻ. അവരുടെ മിലിറ്ററിക്കാരുടെ ഓപ്പറേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട്, അവര് അതിൽ പണി പാളിയത് കൊണ്ട് സിവിലിയൻസ് 15 സിവിലിയൻസ് ചില്ലറയാണോ, 15 ആൾക്കാരെ, കോമൺ പീപ്പിളിനെ കൊന്നു. were killed due to, അതായത് ആംഡ് ഫോഴ്സസാണ് കൊന്നത്. അവരുടെ മിസ്മാനേജ്മെന്റ് ആണ്, മിലിറ്ററി ഓപ്പറേഷന്റെ മിസ്മാനേജ്മെന്റ് കാരണം മോൺ ഡിസ്ട്രിക്റ്റ് നടന്നത്. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിൽ നിന്ന്, സ്റ്റേറ്റ്സിൽ നിന്ന് AFSP എടുത്ത് മാറ്റുന്നതിൽ എന്തൊരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, അത് വേണ്ടതാണ്. ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ എന്ന് തന്നെ നമുക്ക് പറയാം. Therefore, alongside the gradual reduction in the areas under the Act, there should be serious efforts to procure justice for victims of the past excesses too. അപ്പൊ എന്താ ചെയ്യണം? അലോങ് സൈഡ്, അതിനോട് കൂടെ തന്നെ ഈ ഗ്രാജുവൽ റിഡക്ഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ റിഡക്ഷൻ ഉണ്ടാവുമല്ലോ AFSBയുടെ ആക്ടിന്റെ അടുത്ത്. അതുപോലെ തന്നെ സീരിയസ് എഫേർട്സ് ഉണ്ടാവണം നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന്, ടു പ്രൊക്യൂർ, ടു ഗെറ്റ് ജസ്റ്റിസ് കൊണ്ടു കൊടുക്കണം വിക്ടിംസിന്. ഈ പാസ്റ്റ് എക്സസസ് ഉണ്ടല്ലോ, ഇവർ അനുഭവിച്ച എക്സസസ്, ഇവർക്ക് സർപ്ലസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയില്ലേ, ആ എക്സസസ് കിട്ടിയ സമയത്ത് ഒരുപാട് വിക്ടിംസ് വന്നിട്ടുണ്ട്. ഈ വിക്ടിംസിന് ജസ്റ്റിസ് കൂടെ കൊണ്ടുവരാൻ ആര് ശ്രദ്ധിക്കണം? നമ്മുടെ ഭരണകർത്താക്കൾ, പോളിസി മേക്കേഴ്സ് എല്ലാം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓൺ ദ പൊളിറ്റിക്കൽ സൈഡ്, ഇറ്റ് ഈസ് ഇൻഡീഡ് ട്രൂ ദാറ്റ് മച്ച് ഹെഡ്വേ, മച്ച് പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് in moving towards a political solution to some of the multifarious disputes, some of the diverse disputes in the region in the form of peace accords, ceasefire and creation of sub-regional administrative arrangements. ശരിയാണ്, പൊളിറ്റിക്കൽ സൈഡിൽ വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാൻ പറ്റും, കറക്റ്റാ, പ്രോഗ്രസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റിലോട്ട് വരാൻ വേണ്ടി ഒരുപാടുണ്ടല്ലേ. ഒരു ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലോട്ട് എത്തുക. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, ഒരുപാട് ഡിസഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ഏതൊക്കെ ഫോമുല? പീസ് ട്രീറ്റി ആയിട്ട് ഒരുപാട് നമ്മൾ നടത്തിയിരുന്നു. മാത്രമല്ല പീസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പിന്നെ സബ് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽ സെൻസ് നോക്കി ഇതൊക്കെ അച്ചീവ്മെന്റ്സ് തന്നെയാണ്. അത് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ദ റിമൂവൽ ഓഫ് AFSPA ഫ്രം ദ എൻറ്റയർ റീജിയൻ will be an innovative step in the progress. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് AFSP എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്, എൻറ്റയർ റീജിയനിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒരു ഇന്നോവേറ്റബിൾ സ്റ്റെപ്പായി മാറുക പ്രോഗ്രസിന് വേണ്ടിയിട്ട്. അപ്പോഴാ കംപ്ലീറ്റ് പ്രോഗ്രസ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക്. ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സെക്യൂരിറ്റി സിറ്റുവേഷൻ, AFSPA ഷുഡ് നോട്ട് ഹാവ് അലൗഡ് സച്ച് ഇമ്പ്യൂണിറ്റി ടു ദി ആംഡ് ഫോഴ്സസ്. ഒരു കാര്യം നമ്മൾ ഓർത്തു വെച്ചോണം, എത്ര സെക്യൂരിറ്റി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പേര് പറഞ്ഞു, ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് AFSPA കാരണം ഇവർക്ക് മാത്രം ഇമ്പ്യൂണിറ്റി, അവർക്ക് മാത്രം എക്സെപ്ഷൻ, ആംഡ് ഫോഴ്സസ് മാത്രം എക്സെപ്ഷൻ കൊടുക്കാൻ പാടില്ല. എന്ത് തോന്നിവാസം കാണിച്ചിട്ടും ആംഡ് ഫോഴ്സസ് അല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയാൻ പാടില്ല. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയാം. ഇറ്റ് ഈസ് ഹൈലി അനലിറ്റിക്കൽ, വളരെ സന്തോഷമുള്ള ഒരു ആർട്ടിക്കിൾ ആണല്ലേ. നമുക്കത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഇനി പയ്യെ റിമൂവൽ നടക്കും. ദാറ്റ് ഇസ് ഗ്രേറ്റ് അല്ലേ. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ?
ഹരി, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹരി പറഞ്ഞ കറക്റ്റാ. നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി, നമ്മുടെ എഡിറ്റോറിയൽ ഫാമിലി, എഡിറ്റോറിയൽ എന്നും കാണാൻ വരുന്ന ആൾക്കാർ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. പല കാര്യങ്ങളല്ലേ, പല കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകുന്നു ഒരേ അറ്റ് ദ സെയിം ടൈം. ഒരുപാട് ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ഓൺ ദ പ്ലേറ്റ്. ഒരുപാട് കാര്യങ്ങൾ, ഐ ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ഓൺ മൈ പ്ലേറ്റ് എന്ന് പോലെ, ഐ ഹാവ് ലോട്ട്സ് ഓൺ മൈ പ്ലേറ്റ് എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകുന്നു. ഹൗസ് മാനേജ് ചെയ്യുന്നു, പേരൻസിനെ മാനേജ് ചെയ്യുന്നു, ഫാമിലി മെമ്പേഴ്സിനെ മാനേജ് ചെയ്യുന്നു, കുട്ടികളെ മാനേജ് ചെയ്യുന്നു ഒക്കെ ആൾക്കാരുണ്ട്. പഠനവും മാനേജ് ചെയ്തതുപോലെ പോകുന്ന ആൾക്കാരുണ്ട്. സോ ആൻഡ് ജോബ് ആസ് വെൽ. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദം അല്ലെ, ഹാറ്റ്സ് ഓഫ് ടു ദം. അത് ഓർത്ത് വെച്ചോളാം. യാ, the class led by Rindu ma'am has become an innovative part of my life. Great, I'm so honored. Thank you Shilpa. എനിക്ക് സന്തോഷം. SP റിപ്പീലിംഗ് നല്ല കാര്യമാണ്. ഫ്രീഡം എന്താണെന്ന് അവർക്ക് അറിയണം, അത് തന്നെ. ബട്ട് നമുക്ക് പറയാം ഇതൊക്കെ ഫ്രീഡം ഒന്നുമില്ല എന്ന്. എൻ്റെ ഒരു ഇത് ഡെമോക്രസിക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഇന്ന് പോലും പല കൺട്രീസിലും കിട്ടുന്നില്ല. അത് സത്യമാണ്, അത് കറക്റ്റാണ്. ഹരി പറയുന്നത് കറക്റ്റാണ്. നമ്മൾ പറയുന്നിടത്ത് ഫ്രീഡം എന്ന് പറയുന്നത് റിട്ടേൺ മാത്രമാണ്. ഇറ്റ് ഈസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടേൺ ആയിട്ട് ഉണ്ട്, പ്രിന്റഡ് ആയിട്ടുണ്ട് സംഭവം. പക്ഷെ നമുക്കത് എത്തുന്നില്ല. വി ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, വി ആർ നോട്ട് ഗെറ്റിംഗ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഇഫ് വി കമ്പയർ ദ സ്റ്റേറ്റ് ഓഫ് നമ്മുടെ സ്റ്റേറ്റ് വിത്ത് ദ പീപ്പിൾ, നമ്മുടെ അവസ്ഥ ഐ മീൻ ദ സ്റ്റേറ്റ് ഓഫ് അവസ്ഥ എന്നാണ് നമ്മുടെ കണ്ടീഷൻ വിത്ത് ദാറ്റ് ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ പീപ്പിൾ എന്ന് വെക്കുമ്പോൾ, നോർത്ത് ഈസ്റ്റേൺ പീപ്പിൾ ആർ റിയലി ദേ ആർ സഫറിങ് എ ലോട്ട്. അവർക്ക് അറിയില്ല എന്താ ഫ്രീഡം എന്ന് പോലും അവർക്ക് അറിയില്ല. കാരണം എന്ത് ചെയ്താലും അതിനെല്ലാം ഈ ആംഡ് ഫോഴ്സസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനൊക്കെ അവർക്ക് പ്രൊവിഷൻ ഉണ്ട്. കൊന്നും കളയാണ്, വെടിവെച്ച് കൊല്ലും. അത് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ആം ഫോഴ്സസ് നമ്മുടെ കൺട്രീസിലെ നമ്മുടെ ആൾക്കാരെ തന്നെ കൊന്നു കളയാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഉള്ള വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കി. വാട്ട് ആൻ ഐറണി അല്ലേ. ദാറ്റ്സ് ഇറ്റ്. പാരഡോക്സ് ആണ് അതൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണ് AFSPയുടെ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. മേക്ക് ഇറ്റ് എ നോട്ട് കേട്ടോ, മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. കൃത്യമായിട്ടൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക. കാരണം ഇത് CA റിലേറ്റഡ് ആണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിരിക്കുമല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു യെസ്റ്റർഡേസ് ക്വസ്റ്റ്യൻ. യെസ്റ്റർഡേ അല്ല, അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ ക്വിസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റിന്റെ സമയത്ത് വേണ്ട, നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കഷൻ സമയത്ത് വേണം. അരവിന്ദ് ചോദിച്ചിരുന്നു ഇന്നലെ എന്തേ മിസ്സേ സ്പോട്ട് ദർ ഡിസ്കസ് ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പയ്യെ വൈൻഡപ്പ് ചെയ്തായിരുന്നു. സോ ദിസ് ഇസ് akin for striking a cruel blow against the middle and low income classes already besieged by successive setbacks on the job, health and income fronts. എന്താണ് ഇവിടുത്തെ എറർ പറയാമോ? This is akin for striking a cruel blow against the middle and lower income classes already besieged by successive setbacks on the job, health and income fronts. എന്താണ് ഇവിടെ? എന്താ ഇവിടുത്തെ ആൻസർ പറയാവോ? എറർ ആൻസർ പറഞ്ഞേ. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. അക്കിന്റെ അർത്ഥം എന്താ? അക്കിൻ മീൻസ് സിമിലർ എന്ന അർത്ഥം. സിമിലർ എന്ന അഡ്ജക്റ്റീവിന്റെ കൂടെ അല്ലെങ്കിൽ അക്കിൻ എന്ന അഡ്ജക്റ്റീവിന്റെ കൂടെ ഒരേ ഒരു ആർട്ടിക്കിളെ പ്രിപ്പോസിഷനെ വരത്തുള്ളൂ. അത് ഫിക്സഡ് പ്രിപ്പോസിഷനാ, 4 അല്ല 2 കേട്ടോ. അക്കിൻ ടു സ്ട്രൈക്കിംഗ്, അക്കിൻ ടു അതൊരു ഫ്രേസ് ആണ് ശരിക്കും, ഓർത്തോണ്ടോ. അക്കിൻ ടു സിമിലർ ടു എന്നാണ് അർത്ഥം. അക്കിൻ ടു സിമിലർ ടു അഡ്ജക്റ്റീവ് ആണ്. ഇറ്റ് ഇസ് അഡ്ജക്റ്റീവ്. അക്കിൻ ഇസ് എൻ അഡ്ജക്റ്റീവ്, സിമിലർ ഇസ് എൻ അഡ്ജക്റ്റീവ്. അതിന്റെ കൂടെ വരുന്ന ഇത് എന്താണ്? പ്രിപ്പോസിഷൻ ഫിക്സഡ് ആണ്, ടു ആണ്. ദിസ് ഇസ് അക്കിൻ ടു സ്ട്രൈക്കിംഗ് എ ക്രൂവൽ ബ്ലോ കേട്ടോ. ദിസ് ഇസ് സിമിലർ ടു സ്ട്രൈക്കിംഗ് എ ക്രൂവൽ ബ്ലോ. ക്ലിയർ? യാ. മൂവിംഗ് ഓൺ ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്. However, 5 western disturbances forming in April, none was strong enough to bring significant rain and depressed temperatures. Okay? However, 5 western disturbance forming in April, none was strong enough to bring significant rain and depress temperatures. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം കേട്ടോ. സോ നമ്മുടെ 10th പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ബാച്ചിന്റെ ഫൈനൽ ലാപ്പ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കണം. 15-ാം തീയതി ആദ്യത്തെ ഫേസിലെ കുട്ടികൾക്ക് എക്സാം വരികയാണ്. 15th മെയ് അല്ലേ ഫസ്റ്റ് ഫേസ് എക്സാം വരുന്നത്. ബാക്കിയുള്ളവർക്ക് സമയമുണ്ട് അപ്പോഴേക്കും. ഇനി പഠിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർക്കും സമയമുണ്ട്. നമുക്ക് 3-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റഡ് ഫോമിലുള്ള
10 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. 3-ാം തീയതി തുടങ്ങി 12-ാം തീയതി അവസാനിക്കും. ഓക്കെ, 3 മുതൽ 12-ാം തീയതി വരെയുള്ള 3 ക്ലാസ്സസ് ആണുള്ളത്. 3 1 മണിക്കൂർ ക്ലാസ്സാണ് ഉള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ വരിക, ജോയിൻ ചെയ്യുക. 10th പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് ബാച്ച്, മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ബാച്ച്. ഓക്കെ, Y314 എന്ന കോഡ് ഉപയോഗിച്ച് എടുത്തോ. നിങ്ങൾക്ക് വളരെ തുച്ഛമായ തുക, ഐ വുഡ് സേ ഇത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? 750 രൂപയ്ക്ക് കിട്ടും, 781 രൂപയ്ക്ക് കിട്ടും കേട്ടോ. കിട്ടിയാലോ ഒരു പ്രിലിംസിൻ്റെ ലിസ്റ്റ് കയറാൻ പറ്റിയില്ലേ? 10th പ്രിലിംസിൻ്റെ ലിസ്റ്റ് കയറാം, അടിപൊളി ജോലി കിട്ടും കേട്ടോ. അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ലൈവ് വ്യൂവേഴ്സിനും അതുപോലെ റെക്കോർഡ് വ്യൂവേഴ്സിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് എല്ലാവർക്കും കേട്ടോ. യാ, മെർസി ബെക്കു ഹരി, ഞാൻ എപ്പോഴും ഓർക്കും, നിനക്ക് പറഞ്ഞില്ലല്ലോ ഞാൻ. സെക്കൻഡ് ഫേസ് 28 അത് തന്നെ. അപ്പോൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കോമെന്റ് സെക്ഷനിൽ ആൻസർ തരാൻ മറക്കണ്ട, ആൻഡ് സജഷൻസ് ഇടാം, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ഇഫ് യു ഹാവ് എനി നല്ല വാക്കുകൾ, യുവർ കോമെന്റ്സ് ഓർ ഗുഡ് വേർഡ്സ് യു ക്യാൻ പുട്ട് ഫോർവേഡ് ഇൻ ദ കോമെന്റ് സെക്ഷൻ. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് എമംഗ് ആസ് മെനി ആസ് പോസിബിൾ. നല്ല പോലെ എല്ലാവരോടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, കൊളീഗ്സ്, നിങ്ങളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് ആൾക്കാരിലോട്ടൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് ബാങ്കിങ് ക്ലാസ്സുമായിട്ട്, ബാങ്കിങ് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അറിയാലോ, 10 മണിക്ക് റീസണിംഗ് ഉണ്ട്, 11 മണിക്ക് മാത്ത് ഉണ്ട്, 12 മണിക്ക് ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ വൈകുന്നേരം 6 മണിക്ക് സയൻസ് ഉണ്ട്, 7 മണിക്ക് ഇന്ന് റിജിൻ സാറിൻ്റെ ഇല്ല, ഇന്ന് റിജിൻ സാറിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മാറി ദിവസങ്ങളുണ്ടാവും. 8 മണിക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ, 9 മണിക്ക് ഹിസ്റ്ററി സൈദ മിസ്സിൻ്റെ, 10 മണിക്ക് നമ്മുടെ അമൽ സാറിൻ്റെ ജോഗ്രഫി, 11 മണിക്ക് അരുൺ സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. This is our schedule for today. Thank you so much. Take care. Bye-bye. Be happy.